അനുഗ്രഹീതമായ ഈ തിരുവെഴുത്ത് നമുക്ക് പരിചിതമാണ്. നമുക്ക് എന്ന് മാത്രമല്ല, ബൈബിളുമായി വലിയ ബന്ധമില്ലാത്ത മറ്റിതര ആളുകൾക്കും ഈ സക്കായി എന്ന പുരുഷനെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ സംഭവം അറിയാം. വളരെ പഴയ ഒരു ക്രിസ്തീയ ഭക്തിഗാനമുണ്ട്. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിൻ്റെ വരവിനായി കാത്തിരിപ്പൂ. അത് സഖായിയുടെ സ്റ്റോറിയാണ്. സ്വാർത്ഥത നിറയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. അങ്ങനെ പാടുന്ന മനോഹരമായ ഒരു ലിറിക്ക് അത് നമ്മൾ കേട്ടിട്ടുണ്ട്. സക്കായിയെപ്പറ്റി ആണ്. സക്കായി എന്ന ഒരു നാട്ടുപ്രമാണിയുടെ സ്വകാര്യതകളിലേക്ക്, അവൻ്റെ ആത്മാവിലേക്ക്, അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന യേശുവിൻ്റെ ചൈതന്യവത്തായ സുവിശേഷം. അത് സുവിശേഷത്തിൻ്റെ മനോഹാരിതയും ശക്തിയും അതുതന്നെയാണ്. കേവലം അതൊരു ശബ്ദമാന്ത്രികത്വം കൊണ്ട് പ്രസംഗകൻ സൃഷ്ടിക്കുന്നൊരു ലോകമല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്ന പദത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. ആ പദം 2000 ആണ്ടായി മനുഷ്യരാശിക്ക് ആ ചൈതന്യം പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനകോടികൾ ആ ശബ്ദത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ കാരണം വിവരിക്കാനാവാത്ത ആ ശബ്ദത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെങ്കിൽ, അതുകൂടാതെ ഒരാളെങ്കിലും ഇന്ന് രാത്രി അകത്തോ പുറത്തോ ഇരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ ശാന്തമായി ആധികാരികമായി ഇങ്ങനെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. എന്താണ് ഈ സുവിശേഷം? അതിൻ്റെ പ്രസംഗത്തിൻ്റെ ആവശ്യകത എന്താ? എന്തിനാണ് ഇത്തരം യോഗം? അധ്യക്ഷൻ പറഞ്ഞു, ഇവിടുന്ന് വിടവാങ്ങി പോകുന്ന, അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ദൈവവൃത്തി ഈ കൺവെൻഷൻ നടത്താൻ അത്യധികം ആഗ്രഹിച്ചു. ചിലവുള്ളതാണ് ഈ കൺവെൻഷൻ. പല വിധത്തിൽ അതിനുവേണ്ടി കാര്യാദികൾ സജ്ജീകരിക്കണം. വലിയ റിസ്ക്കാണ്. എന്തിനാണിത് ചെയ്യുന്നത്? ഞങ്ങൾ പാതയോരത്ത് പ്രസംഗിക്കാറുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഞങ്ങളുടെ പക്കലുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം ചെറിയ ലേഖനങ്ങളാക്കി, ചെറു പുസ്തകങ്ങളാക്കി നൽകാറുണ്ട്. ഒരു വ്യക്തിയെ വഴിയോരത്ത് കണ്ടാൽ, വീട്ടിൽ വന്നാൽ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയാറുണ്ട്. കിട്ടിയ എല്ലാ അവസരങ്ങളും യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അധികമായി പറയാറുണ്ട്. അത് യേശുവിനെക്കുറിച്ചുള്ള ആ വചനത്തിൻ്റെ പങ്കിടൽ ആളുകൾ പലപ്പോഴും വിശദീകരിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നു എന്ന രീതിയിലാണ്. അതുകൊണ്ട് ആ ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ആളുകളെയോ പ്രസംഗിക്കാൻ പോകുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടിട്ട് പറയാറുമുണ്ട്, നിങ്ങൾ മതപരിവർത്തന ലോബി, മതപരിവർത്തനം നടത്തുന്ന ആളുകൾ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു അഭിപ്രായ പ്രകടനത്തിനോട് അസഹിഷ്ണുതയൊന്നും നമുക്കില്ല. വാസ്തവത്തിൽ ഇതൊരു മതപ്രചരണമല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും. അത് ഉറപ്പിച്ചു പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഞങ്ങളുടെ വിശ്വാസം ഒരു മതം എന്ന പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതുമല്ല. കൃത്യമായി ഇതൊരു മതമല്ല എന്ന് പറയാൻ ഞാൻ പറയാറുള്ള ഒരു വസ്തുത ഇവിടെയും ആവർത്തിക്കുന്നു. മതത്തിന് വേണ്ട അനുപേക്ഷണീയമായ ചില ചേരുവകളുണ്ട്. ആ ഇൻഗ്രീഡിയൻസ്, ആ ചേരുവകൾ, ആ കണ്ടൻറ്റ് ഒന്നും തന്നെ ഞങ്ങളുടെ പക്കലില്ല എന്നതാണ് കാരണം. എന്തൊക്കെയാണത്? ഒന്നാമതായി, മതത്തിന് ഏതെങ്കിലും ഒരു പുണ്യസ്ഥലമുണ്ട്, ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. വേർപെട്ട ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂലോകത്തൊരു സ്ഥലവും പ്രത്യേകിച്ച് വിശുദ്ധിയുള്ളതോ
അശുദ്ധിയുള്ളതോ ആയിരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തെക്കാൾ മനോഹരമെന്നോ മോശമെന്നോ പറയത്തക്ക വിധത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഭൂമിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമില്ല, ഒരു പുണ്യസ്ഥലമില്ല. യേശു പിറവി കൊണ്ട ബേത്ലഹേമാകട്ടെ, യേശു വളർന്ന നസ്രത്താകട്ടെ, യേശു ക്രൂശിക്കപ്പെട്ട കാൽവരിയാകട്ടെ, യേശുവിൻ്റെ രാജ്യത്വം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന ജെറുസലേമാകട്ടെ, ഇവയൊന്നും ഈ പറയപ്പെടുന്ന പുനലൂർ അല്ലെങ്കിൽ കരവാളൂർ എന്ന സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമുള്ള സ്ഥലമല്ല. ആളുകൾ പിന്നെ സന്തോഷം കൊണ്ട് ഹോളി ലാൻഡ് എന്നൊക്കെ പറയാറുണ്ട്. ഫോർ അസ് ദിസ് ആർ നോട്ട് ഹോളി ലാൻഡ്സ്. ഇതൊന്നും നമുക്ക് ഹോളി ലാൻഡ് അല്ല. ഹിസ്റ്റോറിക്കൽ പ്രാധാന്യം ആ സ്ഥലത്തുണ്ട്, പുരാവസ്തു വിജ്ഞാനവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം ആ സ്ഥലത്തിനുണ്ട്. പക്ഷെ അത് ഹോളി ലാൻഡ് അല്ല എന്ന് പറയാൻ കാരണം വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നു, ആത്മീകമായി അത് സോദോമാണ്, ആത്മീകമായി അത് മിസ്രൈമാണ്. ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതും തങ്ങളുടെ കർത്താവ് മരിച്ചതുമായ സ്ഥലം ഇത് ഹോളി ലാൻഡ് അല്ല. ഒറ്റ വാക്കിൽ പറയാം, നമുക്ക് വിശുദ്ധ സ്ഥലങ്ങളോ ഇവിടെ പുണ്യനഗരങ്ങളോ ഇല്ല. മതത്തിന് വേണ്ട മറ്റൊരു ചേരുവ മതസംബന്ധിയായ ആശയങ്ങൾക്ക് ചില ആചാരങ്ങളുണ്ട്. അങ്ങനെ ഒരു ആചാരം എടുത്തു പറയത്തക്ക ഒരു ആചാരം നമുക്കില്ലെന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം മതപരമായ ഒരു ആചാരത്തിൻ്റെ ദിവസമല്ല. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ക്രൈസ്തവർ ഞായറാഴ്ചയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ ആ ദിവസത്തിന് വിശുദ്ധ സഭായോഗം എന്നും പറയാറുണ്ട്. ആ ദിവസത്തിനല്ല, ആ പ്രോഗ്രാമിന്. പക്ഷെ അടുത്ത കാലം വരെ അറബി നാട്ടിൽ ആരാധന നടക്കുന്നത് വെള്ളിയാഴ്ചയായിരുന്നു. കാരണം അവർക്കെന്താണ് സൗകര്യമുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ആരാധിച്ചാലും ഞായറാഴ്ച ആരാധിച്ചാലും ശനിയാഴ്ച ആരാധിച്ചാലും ആ ദിവസത്തിന് പ്രാധാന്യമില്ല. അടുത്തത് ഏതെങ്കിലും ഒരു സമയം, പ്രഭാതമാകാം വൈകുന്നേരമാകാം, അങ്ങനെയും ഒരു നിബന്ധന നിലനിൽക്കുന്നില്ല. വീണ്ടും വർഷത്തിൽ ഏതെങ്കിലും മാസം പുണ്യമാസമല്ല, ഏതെങ്കിലും ദിവസം പുണ്യദിവസമല്ല, ദിവസത്തിൽ ഏതെങ്കിലും സമയം സവിശേഷത അർഹിക്കുന്നതല്ല. പിന്നെയുമുണ്ട് ഈ വിശ്വാസത്തിന് ചില സവിശേഷതകൾ. അതെന്താ? മതത്തിന് ഏതെങ്കിലും ഒരു നിറത്തോട് ആഭിമുഖ്യമുണ്ട്, ഒരു കൊടിക്കൂറയോട്, ഒരു കളറിനോട്. ആ പറന്ന് കളിക്കുന്ന പതാക ആ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നിറമുള്ള കൊടിക്കൂറ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാര്യമായ ബോധ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിഹ്നമല്ല. അപ്പോൾ ഒരു കൊടിക്കൂറയോട് വിധേയത്വമില്ല, ഭൂമിയിലൊരു സ്ഥലത്തോട് വിധേയത്വമില്ല, ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധേയമായൊരു ദിവസത്തോടോ ആ ദിവസത്തിലെ സമയത്തോടോ മതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ നിലകളിലെല്ലാം വളരെ വളരെ വ്യത്യസ്തമായ ഒരാശയം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും, ഞങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒരു ജീവിതചര്യ ആസ്വദിക്കാനാണ്. ആ ജീവിതചര്യ ആചാരം വരെ ആസ്വദിക്കേണ്ടതല്ല. ആ ജീവിതചര്യ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമഗ്രമായ ഒരാത്മബന്ധത്തിൻ്റെ തുടക്കമാണ്. ആ ആത്മബന്ധത്തിൻ്റെ അധികാരം മനുഷ്യർക്കല്ല, ദൈവത്തിനാണ്. മനുഷ്യൻ നനച്ചാൽ പ്രാപിക്കാൻ കഴിയുന്നതല്ല, മനുഷ്യൻ നിശ്ചയിച്ചാൽ അതെടുക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, അങ്ങനെ ഒരു തീർത്ഥാടനമില്ലാത്തത്, അങ്ങനെ ഒരു പുണ്യസ്ഥലമില്ലാത്തത് ഞങ്ങൾ തേടിയെത്തി കണ്ടെത്തിയ ഒരു രക്ഷകനല്ല ക്രിസ്തു. മറിച്ച് ഞങ്ങളെ തേടിയെത്തി, ഞങ്ങളെ കണ്ടെത്തി, തിരികിതപ്രകാരം കരുണയുടെ ദയാവായ്പിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ മാറോടണച്ച മഹത്തരമായ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ആ സവിശേഷ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് മതപരമായ ചിഹ്നങ്ങൾക്കോ ആദർശങ്ങൾക്കോ ആശയാഭിലാഷങ്ങൾക്കോ അപ്പുറത്ത് ഹൃദയാന്തർഭാഗത്തോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ആളുകൾ നമ്മളെങ്ങനെ തെറ്റിദ്ധരിക്കും, മതമാണ് എന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അംഗീകരിച്ചേക്കാം. അങ്ങനെയാണല്ലോ. കാരണം ഈ മതം എന്ന കോളത്തിൽ
മതം ഇല്ലെന്നല്ലല്ലോ നമ്മൾ സർക്കാരിൻ്റെ മുമ്പിൽ പറയുന്നത്. ആ അർത്ഥത്തിൽ സാങ്കേതികമായിട്ട് നമുക്ക് മതമുണ്ട്, സാങ്കേതികമായിട്ട് നമുക്ക് ആചാരമുണ്ട്. ഇതെല്ലാം അത് സാങ്കേതികമാണ്. അതിൻ്റെ ആത്മാവിനെ തൊട്ട് പഠിച്ചാൽ അങ്ങനെയൊന്നില്ല എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഇത് മതപരമായ ഒരു ആശയഗതി, ഒരഭിപ്രായം പറയുന്നു എന്ന ലാഘവത്തോടെ കേട്ടിരിക്കേണ്ട വിഭിന്നമാണ്. പിന്നെന്താണ് ഈ സുവിശേഷം? അതിനെയും വളരെ ലളിതമായി പറയാൻ പറ്റും. എന്താണത്? മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നപ്പോൾ പറയാം. മതങ്ങൾക്കെല്ലാം ഏതെങ്കിലും ഒരു ഭാഷ ഹോളിയാണ്, വിശുദ്ധമാണ്. അറബി അല്ലെങ്കിൽ സംസ്കൃതം അല്ലെങ്കിൽ അരമൈക്ക്, ഇങ്ങനൊരു ഭാഷ പ്രധാനപ്പെട്ടതാണ്. അത് തെറ്റുമല്ല. ആ മതത്തിൻ്റെ ചിന്തഗതികളെല്ലാം ആ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അവരോട് ദൈവം ഇടപെട്ടു അല്ലെങ്കിൽ ആ ആത്യന്തികനായ വിധികർത്താവ് അവരോട് ഇടപെട്ടു എന്ന് കരുതുന്ന ഭാഷ അവർ ഹോളിയായിട്ട് കാണുന്നത്, വിശുദ്ധമായി കാണുന്നത് തെറ്റല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഭാഷ വിശുദ്ധമോ ഏതെങ്കിലും ഭാഷ അശുദ്ധമോ അല്ല. പ്രത്യേകിച്ചൊരു ഭാഷയോടും നമുക്ക് അങ്ങനെ വെറുപ്പോ പ്രത്യേകിച്ച് സ്നേഹമോ ഇല്ല. ഭാഷയോട് സ്നേഹം തോന്നേണ്ടത് അവരവൻ്റെ അഭിരുചിക്കനുസരിച്ചാണ്. ഉദാഹരണം, ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീ ആയിരുന്നു. ചുമ്മാ വീട്ടിലിരുന്ന് പറഞ്ഞല്ല. നമുക്ക് വേണേൽ പറയാം അവരവിടെ നിന്ന് പറഞ്ഞതിന് മുമ്പ് ഞങ്ങളുടെ വല്യമ്മ പറഞ്ഞു എന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ ആദ്യം ഇത് സമൂഹത്തോട് പറഞ്ഞ ആ ഫിഗർ, ആ വ്യക്തിത്വം ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ പോലെ പാട്ടുപാടുന്ന, പ്രാർത്ഥിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, ത്രിയേക ദൈവത്തെ സാക്ഷ്യം വഹിക്കുന്ന, സർവോപരി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. 1906 അവരുടെ സ്ഥാപനമായ മുക്തി മിഷനിലാണ് ഇന്ത്യ മഹാരാജ്യത്ത് രേഖപ്പെടുത്തിയ ആദ്യത്തെ ആത്മാഭിഷേക ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത്. ആ സഹോദരിയുടെ പേര് പണ്ഡിത രമാബായി സരസ്വതി എന്നായിരുന്നു. പണ്ഡിറ്റ് രമാബായി സരസ്വതി എന്ന സഹോദരി സതിനിമിത്തം ജീവിതം ഹോമിക്കപ്പെട്ട വിധവമാരെ കൊണ്ടുവന്ന് തൻ്റെ ഒരു സ്ഥാപനത്തിൽ പാർപ്പിച്ച്, അതുപോലെ സമൂഹം തള്ളിക്കളഞ്ഞ, കാല് നഷ്ടപ്പെട്ടവർ, കണ്ണ് നഷ്ടപ്പെട്ടവർ, കൈ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവരായ അനാഥരെ തന്നോട് ചേർത്ത് അവർക്ക് അക്ഷരവിദ്യ പഠിപ്പിച്ചു, അവർക്ക് കൈത്തൊഴിൽ പഠിപ്പിച്ചു, കിട്ടാവുന്ന നിലകളിലൊക്കെ അവരെ അഭ്യസിപ്പിച്ച് 3500-ൽ പരം അന്തേവാസികളും താനും ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഒരു പെൺകുട്ടി വായിച്ചിട്ട് അവരോട് സംശയം ചോദിച്ചു, മാം, ഇന്നും ഈ അപ്പോസ്തല പ്രവൃത്തി 2-ൽ പറയുന്നത് പോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇതൊക്കെ സംഭവിക്കുമോ? ഈ പണ്ഡിറ്റ് രമാബായി സംസ്കൃതത്തിലൊരു പണ്ഡിതയായിരുന്നു. ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരിയായിരുന്നു. ക്രിസ്തു നിമിത്തം തേജസാർന്ന സുവിശേഷത്തെ അനുഗമിച്ചു വന്ന ആ കാലഘട്ടം മുതൽ അവർ ആ പാദപീഠത്തിരുന്ന് പഠിച്ചെങ്കിലും ഒരു ബൈബിൾ പണ്ഡിതയൊന്നുമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്കൊരുമിച്ച് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഒന്ന് പ്രാർത്ഥിക്കാം. മുഴങ്കാലിലിരുന്ന് ആ സഹോദരിയും കൂട്ടുകാരും പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു സഹോദരിയുടെ ശരീരത്തിലേക്ക് ഒരു തീപ്പടർപ്പിൻ്റെ അനുഭവം വന്നു ചേർന്നിട്ട് കണ്ടവർ ഈ തീജ്വാലയ്ക്കുള്ളിൽ ഈ കുട്ടിയിരിക്കുന്ന കണ്ട് ഒരു തൊട്ടി വെള്ളം കൊണ്ടുവന്ന് ആ ശരീരത്തിലേക്ക് കോരി ഒഴിച്ച് ആ തീ കെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ തീ അണയുന്നില്ല എന്ന് മാത്രമല്ല, ആ തീയുടെ വ്യാപനം അടുത്തടുത്ത ആടുകളിലേക്ക് വ്യാപരിച്ചിട്ട് ആളുകൾ ഒന്നടങ്കം ശരീരം പൊള്ളാതെ ആത്മനിറവിൻ്റെ അനർവചനീയമായ അഗ്നിക്കുള്ളിൽ സ്വയം ആരാധിച്ച് ജയമെടുക്കുന്ന ഒരു പുത്തൻ അനുഭവത്തിന് പൂനെയിലെ മുക്തി മിഷൻ എന്ന സ്ഥാപനത്തിലെ പ്രാർത്ഥനാലയം വേദിയായി തീർന്നെങ്കിൽ നോക്കണം. ആ സഹോദരിയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാക്കണമെന്ന് പറയുകയും മറാഠി ഭാഷയിൽ അന്ധന്മാർക്ക് ലിപിയുണ്ടാക്കുകയും അതുപോലെ കിൻഡർ ഗാർട്ടൻ എന്നറിയപ്പെടുന്ന സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യം ഇത്തരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അനാഥരെ, അനഭ്യസ്തരെ തന്നോട് ചേർത്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സമുജ്വലമായ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം ഈ ബൈബിളിലൊരു വചനമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് ആത്മനിറവ്, ആത്മാഭിഷേകം, ഉത്തരവാദിത്ത ബോധമുള്ള അർത്ഥസഹിതമായ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്കും സഹോദരീ സമാജമൊക്കെ ഉണ്ട്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ചൊക്കെയുള്ള ലിപിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ള ലിപിയൊക്കെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അല്ലേ?
രാഷ്ട്രഭാഷയ്ക്ക് വേണ്ടി വാദിച്ചില്ലെങ്കിലും ഈ ഭാഷയൊക്കെ പഠിക്കുകയും ട്രാക്റ്റ് കൊടുക്കാൻ തയ്യാറാവുകയും പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യായിരുന്നു വേണ്ടത്. സ്തോത്രം. മാത്രമല്ല, ഞാൻ അടുത്ത കാലത്ത് നടത്തിയൊരു കണ്ടെത്തലുണ്ട്. ഇനി നിങ്ങളുടെ ഒരു കാലം പ്രവർത്തിക്കാൻ സ്ത്രീകൾ ഇറങ്ങണം പരസ്യത്തിന്. സന്തോഷമല്ലേ? നിങ്ങൾ പരസ്യത്തിന് ഇറങ്ങിയാൽ ചില ഗുണങ്ങളുണ്ട്. ഞങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന പോലെ നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ എളുപ്പമല്ല. കളിയങ്ങ് മാറും, സ്ഥിതി അങ്ങ് മാറും. പിന്നെ സന്തോഷമാണോ? സന്തോഷമല്ലേ? പിന്നെ കളിയങ്ങ് മാറും, സ്ഥിതി അങ്ങ് മാറും. അപ്പോൾ സാധ്യതകളെല്ലാം ഉപയോഗിക്കണം. പണ്ഡിത രമാബായിയെ പോലെ അവസരങ്ങളെല്ലാം കർത്താവിനുണ്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷം എന്താണ്? സുവിശേഷം ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യൻ്റെ പേരാണ് സുവിശേഷം. ആ മനുഷ്യനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. ആ മനുഷ്യനാരാ? കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, അവിടത്തേക്കൊരു പ്രത്യേകത ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ കണക്ക് വെച്ച് നോക്കിയാൽ ഞങ്ങളൊക്കെ 10-30 കൊല്ലമില്ലേ തുടങ്ങിയിട്ട്. ആയിരക്കണക്കിനെന്ന് വേണേൽ പറയാം പ്രസംഗം. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പ്രസംഗം. ഞാൻ ചെറിയ യോഗത്തിലും പോവും, വലിയ യോഗത്തിലും പോവും. ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കൂല. കാരണം നമ്മുടെ അവസാനത്തെ പ്രസംഗം അന്നാണെങ്കിൽ പോകാതിരിക്കണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനൊരു വിവേചനമില്ല. അതുകൊണ്ട് അങ്ങനെല്ലാം കുട്ടി ഉള്ളൊരു കണക്കാണ് പറഞ്ഞത്. കർത്താവിൻ്റെ പ്രസംഗങ്ങൾ തീരെ കുറവാണ്, വളരെ കുറച്ച് മാത്രം. അത് യേശു കർത്താവ് പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ പോലും അന്ന് വികാസം പ്രാപിച്ചൊരു ഭാഷയല്ല, ഒരു ഡയലക്റ്റാണ്, ഒരു പ്രാദേശിക ഭാഷ. ഏതാണ്ട് 120 മൈൽ ചുറ്റളവില്ല പാലസ്തീനിയായിലെ യഹൂദന്മാർ സംസാരിച്ചു വരുന്ന അരമായിക്ക് എന്നറിയപ്പെടുന്ന ഒരു ഭാഷ. ആ ഭാഷയിലാണ് പ്രസംഗിക്കുന്നത്. പിന്നെ യേശു ഗ്രീക്കുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് കോടതിയുടെ ഭാഷ അന്ന് ഗ്രീക്കും ലാറ്റിനും ഒക്കെ അതുകൊണ്ട് ആ കോടതി മൊഴി കൊടുക്കേണ്ടി വരുമ്പോൾ അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവിടുന്ന് സർവ്വഭാഷയും അറിയുന്നവനാണ്. അതുകൊണ്ട് ഈ ഭാഷയിൽ സംസാരിക്കാൻ കാരണം സാധാരണ മനുഷ്യൻ്റെ ഭാഷ. മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർ സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ സമ്പത്തില്ല, പാരമ്പര്യമില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ശ്രദ്ധേയമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തവരുമല്ല. ബെസൈദ കടൽക്കരയിലെ ആ കടലിൽ പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന കുറേ മനുഷ്യർ. മീൻ വിൽക്കാനറിയാം, മീൻ വാങ്ങാനറിയാം, വലയും പടകം നന്നാക്കാനറിയാം. ആ ലോകത്തിനപ്പുറത്ത് കാര്യമായ അറിവില്ലാത്ത കുറേ മനുഷ്യർ. ഇന്നത്തെ നിലയിലാണെങ്കിൽ ഒരു ബൈബിൾ കോളേജിൽ അഡ്മിഷൻ പോലും കിട്ടില്ല, ഒരു സെമിനാരി അപേക്ഷ പോലും അയക്കാൻ കഴിയാത്ത കുറേ മനുഷ്യർ. അവരെ കൂടെ കൂട്ടിയേ. അന്നും പണ്ഡിതന്മാർ അപേക്ഷ കൊടുത്ത് വന്നാണ്. നിക്കോദിമോസ്, നാട്ടിലൊരു വലിയ വക്കീൽ, പഠിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു, കുഞ്ഞ് പഠിക്കാറൊന്നും ആയില്ല, കാരണം എൻ്റെ വീക്ഷണത്തിൽ താൻ ജനിച്ചിട്ടേ ഇല്ല, പോയിട്ട് വീണ്ടും ജനിച്ചിട്ട് വരാൻ. അങ്ങനെ തിരിച്ചു വിട്ടു. അങ്ങനെ പ്രമുഖരെയൊക്കെ തിരിച്ചു വിട്ടിട്ട് കുറേ സാധുക്കളെ ഒരുമിച്ച് കൂട്ടി തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. നോക്കണം, ഇതിൻ്റെ നായകൻ പിരിയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായി. എന്താ പ്രത്യേകത? നമ്മുടെ IPCയുടെ സ്ഥാപകരൊക്കെ പിരിയുമ്പോൾ അവർ തുടങ്ങിയത് ചെറിയ സഭകളാണ്, ആളുകൾ അധികമില്ല. പക്ഷെ അവരുടെ കൺമുമ്പിൽ ഇതൊരു മഹാപ്രസ്ഥാനമായി തീരുന്ന കണ്ടിട്ടാണ് അവർ കണ്ണടയ്ക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, സംശയമൊന്നും വേണ്ട. AGയുടെ കാര്യമാണെങ്കിലും ചർച്ചകോടാണെങ്കിലും അസംബ്ലിസോടാണെങ്കിലും അതിൻ്റെ തുടക്കം കുറിച്ച മനുഷ്യർ ചാരിതാർത്ഥ്യത്തോടെയാണ് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടത്, അല്ലേ? പക്ഷേ യേശു മരിക്കുമ്പോഴുള്ള സ്ഥിതി എന്താണ്? അടിസ്ഥാനപരമായി കാര്യങ്ങളൊന്നും അറിയാത്ത 12 ശിഷ്യന്മാർ ഒത്തുകൂടാൻ വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു കെട്ടിടം, സ്വന്തമല്ല. ഇനി യേശു സഞ്ചരിച്ചത് കടം വാങ്ങിയ കഴുതയുടെ പുറത്താണ്. യേശു അടക്കപ്പെട്ടത് കടം വാങ്ങിയ കല്ലറയിലാണ്. അങ്ങനെ അവൻ ജനിച്ചതുപോലും കടം വാങ്ങിയ ഉദരത്തിലാണ്. കടം വാങ്ങിയ ഉദരത്തിൽ ജനിച്ച് മത്സ്യത്തിൻ്റെ വായിലെ ദ്രഹ്മപ്പണം കൊണ്ട് സ്വന്തം നികുതി അടച്ച് തലചായ്ക്കാൻ ഇടമില്ലാതെ പകലന്തിയോളം തന്നെ പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് പീലാത്തോസിൻ്റെ കൊത്തളത്തിൽ വിധിക്കപ്പെട്ട് ഏറ്റവും ദാരുണമായ മരക്കുരിശ് സ്വീകരിച്ച് ഇന്നിതാ അരിമത്യക്കാരൻ യോസേഫിൻ്റെ ആരെയും വെക്കാത്ത കല്ലറ കടമെടുത്ത് ആ സ്ഥലത്തടക്കപ്പെട്ടവൻ സ്വന്തം ഒരു കഴുതയോ ഒരു കുതിരയോ ഒരു യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് 12 പേരായ സാധുക്കളായ മനുഷ്യരെ അണിനിരത്തിയിട്ട് ഈ നാഥൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇത്തരത്തിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രാഥമിക പാഠം പഠിപ്പിച്ചിട്ട് പോവുക. ഞാൻ നിങ്ങളെ വിട്ട് പിരിയുമ്പോൾ മറ്റൊരു അധ്യാപകനിഞ്ഞു വരും, മറ്റൊരു ടീച്ചറിഞ്ഞു വരും. നോക്കണം, ഇത് കേട്ടപ്പോൾ അവർക്ക് ഒരു ദുഃഖം തോന്നിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ വിട്ടൊന്നും പോകല്ലേ, വേദനയാ, നിന്നെ പിരിയാൻ വയ്യ.
അത് പ്രയാസമാ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോയി കഴിഞ്ഞ് കരുത്തനായ ഒരു കാര്യസ്ഥനിങ്ങി വരും. ഞാനിട്ട അടിത്തറയിൽ ഈ കെട്ടിടം യുക്തമായി പണിയാൻ കെൽപ്പുള്ള ഒരു കാര്യസ്ഥനിങ്ങി വരും. കാർക്കശ്യക്കാരനാ, ഒന്നിനെയും ഭയമില്ലാത്തവനാ, ക്രൂശ് കണ്ടാൽ ഭയമില്ലാത്തവനാ, ചാട്ടവാർ അടി കണ്ടാൽ പുളയാത്തവനാ. അത്തരം ഒരാളിഞ്ഞു വരും. ആ കരുത്തൻ വന്നിട്ടേ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മനിറവിൻ്റെ ഒരനുഭവം അവരെ ഇതേക്ക് ഊതിക്കയറ്റി ആത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞവൻ പിരിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭീരുക്കളായ പാവപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ ആത്മനിറവിൻ്റെ അഗ്നിജ്വാലകൾ അവരുടെ മീതെ വന്ന് പതിഞ്ഞു. അവർ ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആരംഭിച്ച ഈ മഹത്തര പ്രസ്ഥാനത്തിൻ്റെ ഒഴുക്കിന് തടയിടാൻ കഴിഞ്ഞ 2000 ആണ്ടായിട്ട് ഒരു ശക്തിക്കും കഴിയാതെ ഇന്നും ഞാനും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അനേകം വെള്ളങ്ങൾ പ്രേമത്തിന് ശക്തിയെ കെടുത്താൻ പോരാ എന്ന ദൈവത്തിൻ്റെ വചനം പോലെ ക്രിസ്തു യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധികാരികത അതിനെ എന്നേക്കുമായി തകർക്കാൻ പലവിധ സാമ്രാട്ടുകൾ ആഞ്ഞു പരിശ്രമിച്ചിട്ടും പലതരത്തിൽ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇതാ ഈ ദൈവത്തിൻ്റെ വചനവും അവിടുത്തെ സഭയും ആ ഭംഗുരം നിലനിൽക്കുന്നു. അതിൻ്റെ കരുത്ത് വർദ്ധിച്ചു, അതിൻ്റെ ശേഷി വർദ്ധിച്ചു, അതിൻ്റെ മഹത്വം വർദ്ധിച്ചു. അത് മുമ്പോട്ടാണ് അതിൻ്റെ യാത്ര. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിയാണ് സുവിശേഷം. അതാണ് കാര്യം. മറിച്ചൊരു ഭാഗം കൂടെ ഉണ്ട്. അരമായിക്കെന്നൊരു ഭാഷയിൽ മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രസംഗിക്കുകയും പലസ്തീനിയായുടെ ആ ഭൂപ്രദേശം വിട്ടുപോകാതെയും കേവലം 1000-ൽ പരം ദിവസം മാത്രം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പ്രസംഗിച്ചവനെ പറ്റിയ ലോകത്തേറ്റവും അധികം പ്രസംഗമുണ്ടായത്. ഏറ്റവും അധികം പ്രസംഗം ഉണ്ടായതെന്ന് മാത്രമല്ല, ഉണ്ടാകാനിരിക്കുന്നതും അവനെക്കുറിച്ചാണ്. ഒരു പുസ്തകവും എഴുതാത്ത അവനെക്കുറിച്ചാണ് ലോകത്തേറ്റവും അധികം പുസ്തകം ഉണ്ടായത്. ഒരു പാട്ടും എഴുതിയിട്ടില്ലാത്ത അവനെക്കുറിച്ചാണ് നമ്മുടെ പാട്ടുകാർ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പാട്ടെഴുതിയില്ല, പുസ്തകം എഴുതിയില്ല. അവിടുന്ന് പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ ചുവട് പിടിച്ച നമ്മൾ ഈ യോഗം നടത്തുന്നത്. സന്തോഷമല്ലേ? ഹല്ലേലൂയ. ഇനി സുവിശേഷം എന്താ? അത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അത് സുവിശേഷമാണ്. അതിൻ്റെ ഉള്ളറയിലേക്കൊന്ന് കിടക്കണം, അതിൻ്റെ അകത്തേക്കൊന്ന് കിടക്കണം. അത് നമുക്ക് 4 പേരുടെ 4 രചനകൾ വിശുദ്ധ ബൈബിളിൽ സുവിശേഷമായിട്ടുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായി പറഞ്ഞതൊക്കെ തന്നെയാണ് മാർക്കോസും പറയുന്നത്. മാർക്കോസ് പറഞ്ഞ നോക്കിയാൽ ലൂക്കോസ് പറയുന്നത്. അത് തന്നെ യോഹന്നാനും പറയുന്നത്. പക്ഷെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. ഇന്നലെ പ്രസംഗിച്ച കാര്യമൊക്കെ ഞാനിന്ന് പറയുന്നത് ഇത് തന്നെയാണ് നാളെയും പറയുന്നത്. പക്ഷേ സമീപനം വ്യത്യാസമാണ്. പുസ്തകം ഇത് തന്നെയാണ്, സമീപനം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കേൾക്കാൻ വരുന്നുണ്ടല്ലേ, ഇന്നലെ കേട്ടല്ലേ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ് വരാതിരിക്കുന്ന അല്ലേ ചെയ്യണ്ടേ? എന്തിനാ വരുന്നേ? അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് വ്യത്യാസമാണ്. മത്തായി ശ്രമിച്ചത് പരമ്പരാഗത ചിന്തകളുടെ വഴിയിലൂടെ യേശുവിനെ ഒന്ന് സമീപിക്കണം. പൂർവന്മാർ പണ്ടേ വെട്ടിയിട്ട വഴിത്താരയിലൂടെ ചെന്ന് യേശുവിനെ ഒന്ന് കാണണം. നിലവിലിരിക്കുന്ന വഴിയിലൂടെ ചെന്ന് യേശുവിനെ കണ്ടിട്ട് താൻ കണ്ടെത്തിയ യേശുവിൻ്റെ മഹത്വം ഉലകത്തോട് വിളിച്ചു പറയണം. ആ യാത്രയ്ക്ക് മത്തായി തുടക്കം കുറിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിൽ നിന്ന് യാത്ര തിരിച്ച് ഇസഹാക്കിലൂടെ കടന്ന് യാക്കോബിലൂടെ കടന്ന് 12 ഗോത്രപിതാക്കന്മാരിലൂടെയും കടന്ന് യഹൂദയെ കേന്ദ്രബിന്ദുവാക്കി ആ യാത്ര തുടർന്നു വന്നപ്പോൾ മത്തായി വന്നത് യോസേഫ് എന്ന ദാവീദിൻ കുലത്തിലെ ഇളമുറക്കാരനില്ല. എന്നിട്ട് അതൊക്കെ എഴുതി പൂരിപ്പിച്ചു. ഇന്നും രാജകുലം നിലനിന്നിരുന്നെങ്കിൽ, റോമൻ സർവാധിപത്യമല്ലായിരുന്നെങ്കിൽ, അക്ഷരികമായി തന്നെ രാജ്യം ഭരിക്കേണ്ട കുലത്തിൽ ജനിച്ച യോസേഫിൻ്റെ മകനാണ് കർത്താവായ യേശു ക്രിസ്തു. അക്ഷരാർത്ഥമല്ല, കാരണം മറിയും ആ കുലത്തിലാണ് വരുന്നത്. അതേ കുലത്തിൽ പിറന്ന മറിയെ അതേ ചാർച്ചിൽപ്പെട്ട യോസേഫ് വിവാഹം കഴിക്കുക കൂടി ചെയ്തപ്പോൾ മത്തായി എത്തിയ തീരുമാനം യേശു
ഒരു രാജാവ്. അതിനാ സുവിശേഷം മുഴുവൻ രാജാവിൻ്റെ വിവാഹവും രാജാവുമായി ബന്ധപ്പെട്ട ഉപമകൾ കൊണ്ട് സമ്പന്നമാണ്. ഇനി മർക്കോസിലേക്ക് വരാം. മർക്കോസ് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്, അല്ല ക്യാഷുള്ള വീട്ടിലാ മാർക്കോസേ. സംശയം എന്താണെന്നറിയണ്ടേ? സംശയം ചിലർക്കുണ്ടല്ലേ. 120 പേരെയൊക്കെ സന്ധിക്കാൻ നിങ്ങളുടെ ആരും വീട്ടിൽ സൗകര്യമുണ്ടോ? 120 പേരെ ഉണ്ടോ? 120 പേർക്ക് ഇരിക്കാൻ പറ്റിയ മാളിക മുറി ഉണ്ടായിരുന്നത് സ്വന്തം. നിങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട മുറിയും ഭക്ഷണമൊക്കെ കാണും. അവിടെ ചെല്ലാൻ എത്ര പേര് വന്നാലും ഫുഡ് കൊടുക്കാൻ ശേഷിയുള്ള വീട്ടിലെ പയ്യനായിരുന്നെന്ന് വിശുദ്ധ മാർക്കോസ്. യേശുവിൻ്റെ ശിഷ്യനല്ല, യേശുവിനെ കൈക്കൊണ്ട ഒരു വീട്ടിലെ കൊച്ചുകുട്ടിയാണ്. നമ്മൾ ചെറുപ്പത്തിലൊന്നും അദ്ദേഹത്തെ കാണുന്നില്ല. ഇവരൊക്കെ പത്രോസൊക്കെ അവിടെ ചെല്ലുമ്പോഴൊന്നും ഈ ആശാനെ കാണുന്നില്ല. പക്ഷെ ജനിച്ചത് സമ്പന്ന കുടുംബത്തിലാണെങ്കിലും കർത്താവിനെ വിളിക്കപ്പെട്ടപ്പോൾ മുതൽ മാർക്കോസ് എന്ന മനുഷ്യൻ യേശുവിനെ യേശുവിനെക്കുറിച്ച് പഠിച്ചു, അന്വേഷിച്ച് ചെന്നിട്ട് മത്തായി പറഞ്ഞ സുവിശേഷത്തെ ഒന്ന് മനസ്സിലാക്കുക കൂടി ചെയ്തിട്ട് പറയാ. മത്തായി പറഞ്ഞു, യേശു രാജാവാണെങ്കിൽ ഞാൻ പറയുന്നു യേശു ഒരു ദാസനാണ്. പണിയെടുക്കുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ, മുഖം ചുമക്കുന്നവൻ, സ്വന്തം ശിഷ്യൻ്റെ പാദം കൂടി കഴുകുന്ന വിശാല ഹൃദയത്തിൻ്റെ ഉടമയാണ്. കർക്കശബുദ്ധിയായൊരു രാജാവിൽ നിന്ന് സേവകനെന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി പാദം കഴുകാൻ വിശാലത കാണിക്കുന്ന യേശുവിൻ്റെ പഠനങ്ങളിൽ മർക്കോസ് എഴുതുന്ന ഉപമകൾ കാണണം. ദാസനും യജമാനനും തമ്മിലുള്ള സമ്പർക്കവും കൂലി കൊടുക്കുന്ന കാര്യവും ലേറ്റായിട്ട് ജോലിക്ക് വരുന്ന കാര്യവും യജമാനൻ എങ്ങനെയൊക്കെ ദാസനെ സ്നേഹിക്കാം എന്ന് പറയുകയും ചെയ്യുന്ന ദാസ്യവൃത്തിയുടെ വിശകലനമാണ് ആ സുവിശേഷം. മൂന്നാമത്തെ സുവിശേഷം നമ്മൾ ഈ വായിച്ചേ, അതൊരല്പം ഗൗരവമുള്ള കാര്യമാണ്. യോഹന്നാനിലേക്ക് പോകണ്ട, ഞാൻ ഈ വഴി ഒരുക്കി വന്നുകൊണ്ട് നമുക്ക് ലൂക്കോസിലെത്തി. സന്തോഷമല്ലേ? അപ്പോൾ ഉറങ്ങാണ് അവിടെ ഇരുന്ന്. എൻ്റെ ഒരു ശൈലി, ഞാൻ ഈ ആളുകളെ കൊണ്ട് കല്ലേലിയായെന്നും പറയിപ്പിക്കില്ല. 30 വർഷമായിട്ടും ഈ ഉള്ള ശബ്ദത്തിൽ കൂടുതൽ പ്രയോഗിക്കാറുമില്ല. അപ്പോൾ ഈ ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സ്വന്തം ചെലവിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത കാലത്ത് ഒരു ക്യാമ്പിന് നിന്നു. അത് നമ്മുടെ റാന്നി സെൻറ്ററിൽ രാജുമേത്ര പാസ്റ്റർ ക്യാമ്പിന് ആ ചരക്കുന്ന് കൂടിയിട്ട് അവിടുന്ന് ഓടി കാന സെൻറ്ററിൻ്റെ ക്യാമ്പിന് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരുവല്ലയിൽ ഒരിടത്ത് ചെല്ലണം. അതും കഴിഞ്ഞിട്ട് വൈകിട്ട് കൊല്ലത്തിൽ നിന്ന് പ്രസംഗിക്കണം. അപ്പോൾ അത്ര ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ ഒരിടത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഒരു പയ്യൻ റാഫ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാടുകല്ല, അദ്ദേഹത്തിന് പാട്ടിനേക്കാൾ ഇഷ്ടം നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ച് നമ്മളെ ഇങ്ങനെ തുഞ്ചത്ത് കയറ്റാനാണ്. ഞാൻ പറഞ്ഞു, ഇയാളെ നീ റാഫ എന്ന് ഞാൻ എൻ്റെ വഴിക്ക് പോവും, നേരം പോകാമെന്ന് പറഞ്ഞു. പിന്നെ പിടിച്ച് നിർത്തി. നമ്മൾ ഈ ചെയിൻ അങ്ങനെ വലിക്കുന്നത് പിടിച്ച് നിർത്തിയിട്ടാണ് ഒന്ന് പ്രസംഗിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഉന്തി മരം കെറ്റുമ്പോൾ ഉണ്ടാകുന്ന ആർത്തനാദമല്ല ആരാധന, അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരണം അല്ലേ, അകത്തുനിന്ന് വരണം. എന്തൊരു തൃപ്തി അല്ലേ. അവരെ ഹൃദയാന്തരഭാഗത്തുനിന്ന് വരുന്ന ഒരു തൃപ്തി അത് ദൈവത്തിന് കൊടുക്കണം. ആമേൻ. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാർ 8 പേരാണ്. 8 പേർ. പഴയ നിയമം 32 പേര്, അങ്ങനെ ആകെ 40. ഈ 8 പേരിൽ യഹൂദ പശ്ചാത്തലമില്ലാത്ത, യേശുവിനെ കണ്ടിട്ടില്ലാത്ത, യേശുവുമായി അടുത്ത് സഹവസിച്ചിട്ടില്ലാത്ത, ജൂതനല്ലാത്ത, ജൂത സംസ്കാരമില്ലാത്ത, മറ്റൊരർത്ഥത്തിൽ പാശ്ചാത്യനായ, യൂറോപ്യനായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, പേര് ലൂക്കോസ്. ബാക്കിയൊക്കെ പൗരസ്ഥരാണ്. നമുക്ക് എവിടെ തോന്നാൻ നമ്മൾ സുവിശേഷം കേൾക്കുമ്പോഴേ പാശ്ചാത്യർ എന്നാണ് പറയുന്നത്. അമേരിക്കക്കാരനെ ഓർമ്മ വരുന്നല്ലേ? അല്ലല്ല, ഇത് പാശ്ചാത്യമാണ്. നമുക്ക് ഇസ്രായേൽ അടുത്ത് അല്ലേ, നമുക്കടുത്ത് ഗൾഫിന് ഒമാനും ഒക്കെ ഇപ്പുറത്ത്, നമുക്കിതടുത്ത് ഇറാഖിനും ഒക്കെ അപ്പുറത്ത്, അവിടെ കിടക്കുന്ന ഈ രാജ്യം. അവിടുന്ന് സുവിശേഷത്തിൻ്റെ ഒരു വ്യാപനത്തിൻ്റെ വഴികൾ പാശ്ചാത്യ രാജ്യത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒറിജിൻ മധ്യപൂർവ്വദേശത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നും പെടാത്ത
ഒരു ഗ്രീക്കുകാരൻ്റെ പേരാണ് ലൂക്കോസ്. ലൂക്കോസ് യേശുവിൻ്റെ ശിഷ്യനല്ല. ലൂക്കോസിൻ്റെ തൊഴിൽ ഒരു അപ്പോത്തിക്കരിയാണ്. അപ്പോത്തിക്കരി എന്ന് പഴയ ആൾക്കൊക്കെ അറിയാം, പുതിയ ആൾക്ക് അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പദമാണ് അപ്പോത്തിക്കരി അല്ലേ. ചില തല കുലുക്കാൻ വിഷമം, കാരണം പഴയ ആളല്ലെന്ന് കാണിക്കാനാ. ഞാൻ പുതിയ ആളാ, ആയിക്കോട്ടെ, എനിക്കെന്താ വിരോധം, നമ്മളൊക്കെ കുറേ പഴയ ആൾക്കാരല്ലേ. അപ്പോൾ അപ്പോത്തിക്കരി അല്ലെങ്കിൽ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ, ഇതായിരുന്നു ലൂക്ക്. ഞാൻ പറയാറുണ്ട്, ഈ ഡോക്ടർ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഡോക്ടറുടെ ജോലി എന്താണെന്ന് അറിയണ്ടേ? നമ്മെ ഭൂതകാലത്തിൽ എത്തിക്കുന്നതിൻ്റെ പേരാണ് ചികിത്സ. ഒക്കെ മനസ്സിലായില്ല? ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മക്കൾ, ഞങ്ങളുടെ തന്നെ ഒരു സഹോദരിയുടെ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുക, ഒരു മോള്, അവളെ കാണാൻ പോയി. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് വിളിച്ചു, ചോക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഒത്തിരി കുറവുണ്ടെന്ന് പറയുക. കുറവുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? പണ്ട് നമ്മൾ കണ്ട ആ രൂപത്തിലേക്ക് അവൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയെന്നാണ്, മുമ്പോട്ട് പോകാന്നല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ സുഖമായോ എന്ന് ചോദിച്ചാൽ മുമ്പ് നമ്മൾ കണ്ട അവസ്ഥയിലെത്തിയോ? അപ്പോൾ ഭൂതകാലത്ത് കൊണ്ടുമാണ് ഡോക്ടർ. മാത്രമല്ല, ഈ ഡോക്ടർ ചെയ്യുന്നത്, ആ ചികിത്സയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഒന്ന് പൂർണ്ണരാക്കണം, നമ്മളെ ഒന്ന് പെർഫെക്റ്റ് ആക്കണം. അതിനാ പൂർണ്ണരാക്കണം. മനുഷ്യർ ആരെങ്കിലും പൂർണ്ണരാണോ? ആര് പറഞ്ഞല്ലെന്ന്? ഞാൻ ഇടയ്ക്ക് ഒരു പാസ്റ്ററുടെ വിചിത്രമായൊരു പേര് കേട്ടു. പ്രോഗ്രാം വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പേര്? അദ്ദേഹത്തിൻ്റെ ഒരു പരിശുദ്ധൻ എന്നാണ്. ഭയങ്കര തൃപ്തിയായി, ഭയങ്കര തൃപ്തി. പരിശുദ്ധൻ പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ പൂർണ്ണരായ മനുഷ്യരുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരാളുണ്ട് എൻ്റെ അറിയിൽ, ഇന്ത്യക്കാരനാണ്, വിശ്വാസിയോ പാസ്റ്ററോ ഒന്നുമല്ല. ജസ്റ്റിസ് പരിപൂർണൻ എന്ന പേര് നമ്മുടെ സുപ്രീം കോടതിയിൽ മുമ്പുണ്ടായിരുന്ന. വേറെ ആരും പൂർണ്ണരായിട്ട് എനിക്കറിയത്തില്ല. അനിലിനറിയോ പൂർണ്ണരായിട്ട് ആരും? ഇല്ല. അപ്പോൾ ബാക്കി നമുക്കെല്ലാം ഏതാണ്ട് കുഴപ്പമുണ്ടല്ലേ. ചില പേരുകൾ നല്ലതാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ ഡോക്ടർക്കൊരു പ്രശ്നം, ആരെപ്പോലാണ് ഇവരെ ആക്കേണ്ടത് അറിയില്ല. തൻ്റെ മുമ്പിൽ ഇതുവരെ ഒരു പൂർണ്ണനെ കണ്ടിട്ടില്ല. ഒരു മരുന്ന് പ്രയോഗിക്കുമ്പോൾ ആള് ഒന്ന് മെച്ചപ്പെടുന്നു, ചില പ്രവണതകൾ കാട്ടുന്നു, ആരോഗ്യം വീണ്ടെടുക്കുന്നു, കരുത്ത് വീണ്ടെടുക്കുന്നു, ശക്തി വീണ്ടെടുക്കുന്നു, ഓജസ് വീണ്ടെടുക്കുന്നു, ഉന്മേഷം വീണ്ടെടുക്കുന്നു. പക്ഷെ കുറേ കഴിഞ്ഞു പോകുന്നു. ഇന്നലെ കഴിച്ച മരുന്ന് അത് തന്നെ നമുക്ക് വീണ്ടും ചെയ്യുന്നു. രോഗാവസ്ഥയുടെ തീവ്രത അനുസരിച്ച് ഡോക്ടർ മരുന്ന് പ്രയോഗിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ രോഗി മരിക്കുന്നു. രോഗിക്ക് വീണ്ടും ഭീകരാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്താണ് ആ ലോകം. അതുകൊണ്ടാണ് വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു ഓപ്പറേഷൻ നടക്കുക. ഒരു കൂട്ടായ വർക്കാത്, ഒരുമിച്ച് ചേർന്നൊരു പ്രവൃത്തിയാണ്. ലാബിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നോക്കണം, സ്കാനിങ് റിപ്പോർട്ട് നോക്കണം, പലവിധമായ റിപ്പോർട്ടുകൾ പരിഗണിക്കണം. നഴ്സിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. വിദഗ്ധ ഡോക്ടർമാരെ അനസ്തേഷ്യ കൊടുക്കുന്നവർ വേണം. കീറി മുറിച്ച് ഈ കാര്യാദികളെല്ലാം ഡോക്ടർ ചെയ്ത് തുന്നിക്കെട്ടി ആളിൻ്റെ ആ പ്രാണൻ അദ്ദേഹത്തിലുണ്ട് എന്ന് സൂക്ഷ്മമായി ഉറപ്പുവരുത്തി അദ്ദേഹത്തിൻ്റെ ജോലി കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. കാരണം ഇത് പ്രാണൻ വെച്ചുള്ളൊരു കളിയാണ്. ഇതാ ഡോക്ടർ. പക്ഷെ ആത്യന്തികമായി ഡോക്ടർ നിരാശനാണ് അല്ലേ? ആണെന്ന്. എന്താ ഡോക്ടർ നിരാശനാകാൻ കാരണം? പറയാം. നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങളുടെ രോഗമെല്ലാം പറഞ്ഞു, ഡോക്ടർ മരുന്ന് കുറിച്ചു, നിങ്ങൾ അടുത്ത ദിവസം ചെല്ലുന്നു, നിങ്ങൾക്ക് രോഗത്തിന് കുറവില്ല, നിങ്ങളിത് തുറന്നു പറയുന്നു, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സാർ എനിക്ക് ഉറങ്ങാൻ വയ്യ. തൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ തുറന്നു പറഞ്ഞ് നിങ്ങൾ ആ ഹോസ്പിറ്റൽ വിട്ടു പോകുന്ന നിമിഷം മുതൽ ആ ഡോക്ടറും അസ്വസ്ഥനാണ്.
കാരണം നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഞാൻ പഠിച്ച മരുന്നുകൾ എന്തുകൊണ്ട് ഫലപ്രദമല്ല? എൻ്റെ നിരീക്ഷണം എവിടെയാണ് പാളിയെ? കാരണം കരിയറിനെ ബാധിക്കുമെന്നുള്ള ഉറപ്പല്ല. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അയാൾക്കന്ന് ഉറക്കമില്ല. കൂട്ടുകാരനെ വിളിക്കും, ഇത് ഷെയർ ചെയ്യും, പേപ്പറുകളെടുത്ത് വീണ്ടും പരിശോധിക്കും. പലവിധ പരിശോധനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ, പല ചിന്തകൾ കടന്നു പോകും. അതൊക്കെ സന്തോഷവാനല്ല. വീണ്ടുമുണ്ട്, പുതിയ വാക്സിൻ ഇറങ്ങുന്നു, പുതിയ കണ്ടെത്തൽ വരുന്നു. വൈദ്യശാസ്ത്ര ലോകം തൃപ്തമല്ല, തൃപ്തി വരാതിരിക്കാൻ കാരണമുണ്ട്. ഇതൊക്കെ പ്രയോഗിക്കുമ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ കൂടി വേണ്ടപ്പെട്ട പലരും അന്ത്യശ്വാസം വലിച്ച് കടന്നു പോകുന്നു. നിങ്ങൾ ചെന്ന് നോക്ക്, ഒരാതുരാലയം എത്രമാത്രം ഇരുട്ടിൻ്റെ ആധിപത്യമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കും. നിരാശ ബാധിച്ച മുഖങ്ങളെയാ നിങ്ങളിവിടെ കാണുന്നത്. ചിരിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ്, അതിന് പുറത്തേക്ക് ഇറക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള, വ്യത്യസ്ത പ്രായത്തിലുള്ള മനുഷ്യർ, പിഞ്ചോമന മുതൽ പ്രായമുള്ള മനുഷ്യരെ വരെ കൊണ്ടുചെല്ലുന്നു. ഞാൻ കോവിഡ് കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശവശരീരങ്ങൾ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നൊരു കാഴ്ച കണ്ടു. ഞങ്ങളൊരു പിതാവിനെ അവിടുന്ന് ശവസംസ്കരിക്കാൻ മുട്ടമ്പലത്തുള്ള വൈദ്യ ശ്മശാനത്ത് കൊണ്ടുവരണം. കോട്ടയത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഭീകരമാണ്. വിറക് കൊണ്ട് തട്ടി കിടക്കുന്നത് പോലെ, ഇട്ടിരിക്കുന്നത് പോലെ, തടിക്കഷ്ണം കിടക്കുന്ന പോലെ മനുഷ്യനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അവരുടെ കാലിൽ ഒരു ടാഗ് ചെയ്തിട്ടുണ്ട്, ഈ ആളിൻ്റെ പേര്. അത് നോക്കി കണ്ടുപിടിക്കണം, ഈ ആളിനെ കണ്ടുപിടിക്കണം. ഈ ആളിനെ നമ്മൾ സവിശേഷതയുള്ള കവചങ്ങളൊക്കെ അണിഞ്ഞ് ഗ്ലാസ്സൊക്കെ വെച്ച്, അന്നത്തെ റെസ്ട്രിക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഈ മനുഷ്യനെ കൊണ്ട് നമ്മൾ ഈ ശ്മശാനത്തിൽ അടക്കണം. അതിൻ്റെ അരികിൽ വരാൻ ആളുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ നോക്കുക, മൊത്തം നിരാശ. അവിടെ കാണുന്ന മുഴുവൻ വേദനയുടെ വാക്കുകൾ, കൈമലർത്തുന്ന മനുഷ്യർ, ബ്ലഡ് കിട്ടാൻ ഓടി നടക്കുന്ന സ്ത്രീകൾ, ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ഓടി നടക്കുന്ന ആളുകൾ, തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത പലതരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഓടി നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതിനിടയ്ക്ക് പോക്കറ്റടിക്കുന്ന മനുഷ്യർ, ബ്ലഡ് വിറ്റ പണം കൊണ്ട് ഭർത്താവിൻ്റെ ഓപ്പറേഷന് കാത്തു നിൽക്കുന്ന സ്ത്രീയുടെ പോക്കറ്റടിച്ചിട്ട് അതുകൊണ്ട് ബിരിയാണി വാങ്ങിത്തിന്നുന്ന മനുഷ്യർ, അല്ലെങ്കിൽ അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്ന ആളുകൾ, മാല പൊട്ടിച്ചു കൊണ്ടുപോയി അത് വിറ്റ് ഉപജീവനം കഴിക്കാൻ ശ്രമിക്കുന്ന കൊള്ളക്കാർ. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ ആതിരാലയത്തിൻ്റെ പരിസരത്തിൽ വലിയൊരു അധോലോകം കാണാം. ചിന്തിക്കാനാവാത്ത ഇരുട്ടിൻ്റെ ഒരു വ്യാപാരം കാണാം. എന്താണ് ഈ ആതിരാലയം പറയുന്നറിയണ്ടേ? എന്തൊക്കെ ചികിത്സിച്ചാലും എന്തൊക്കെ ചെയ്താലും ആത്യന്തികമായൊരു വിധിയുണ്ട്. അതിൻ്റെ പേരാ മരണം. അതുകൊണ്ട് ബൈബിൾ മരണത്തിന് പേരിട്ടു ഒടുക്കത്തെ ശത്രു. ഒരു മരുന്നുകൊണ്ടും തിരിച്ചു വരുത്താനാവാത്ത, ഒരു ശുശ്രൂഷ കൊണ്ടും തിരിച്ചു വരുത്താനാവാത്ത ഒടുക്കത്തെ ശത്രു, അതാ മരണം. അതുകൊണ്ട് അന്ന് മുതൽ വൈദ്യശാസ്ത്രം ആരായില്ല, ഇതിനൊരു പ്രതിവിധിയുണ്ടോ, ഇതിനൊരു പ്രതിവിധിയുണ്ടോ എന്നാരാഞ്ഞാരാഞ്ഞ് വന്നപ്പോൾ ലൂക്ക് എന്നറിയപ്പെടുന്ന ഡോക്ടറുടെ മുമ്പിൽ ഒരു സാമ്പിൾ കിട്ടി. ഒരു ദിവസം ഒരു ശരീരം കിട്ടി. ഒരു ദിവസം അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. പലവിധ ശരീരത്തെക്കുറിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ നാടായ ഗ്രീസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവൻ്റെ മുമ്പിലേക്ക് നസ്രായൻ്റെ തിരുശരീരം ഒരു ദിവസം പഠന വിഷയമായി വന്നു. നേരിട്ട് കാണുകയല്ല, മനസ്സിലാക്കുകയാണ്. ആ ശരീരത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലായി. ആ ശരീരം ഇതാ ക്രൂശിൽ അതിദാരുണമായി ഏൽപ്പിച്ചു കൊടുത്ത് പീഡിപ്പിക്കുകയാണ്. അതിനു മുമ്പ് പീലാത്തോസിന്റെ വിധിമണ്ഡപത്തിൽ കൊണ്ടു നിർത്തി ആക്ഷേപിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാരിരുമ്പിന്റെ മുള്ള് തലയിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക, അതിരൂക്ഷമായ വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുക. മനോനില തകർത്ത് ഈ മനുഷ്യനെ മുഴുവൻ തകർത്ത് തൻ്റെ ലക്ഷ്യങ്ങളെ മുഴുവൻ തകർക്കാം എന്നൊരു പദ്ധതി ഇട്ടുകൊണ്ട് പീലാത്തോസിന്റെ കൊത്തളത്തിൽ ഒരു ഗൂഢസംഘം അണിനിരക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരു സമൂഹത്തിൽ വെച്ചേ നിങ്ങളെ പരിഹസിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെത്ര. ഒരു സമൂഹത്തിൽ വെച്ചേ ജനനായകനായി പേരെടുത്ത ഒരു മനുഷ്യനെ ആക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെത്ര. വാക്കിൻ്റെ ആക്ഷേപമല്ലിവിടെ. ഇന്നലെ വരെ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ ജനകോടികളെ അത്ഭുതപ്പെടുത്തിയ അനവധി ആളുകളുടെ കാഴ്ചയും ശബ്ദവുമായിരുന്നവനെ ഇതാ അവിടെ കൊണ്ടുവന്ന് ഏകദേശം ഭാഗിക വസ്ത്രധാരിയാക്കി മാറ്റി, അങ്കി ധരിപ്പിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് ആക്ഷേപിച്ച് ഈ കൊത്തളത്തിൽ ഭീകരമായ വിധി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കോ എനിക്കോ ആണെങ്കിൽ മനോനില തകരും. അതൊരു വസ്തുതയല്ലേ? അതൊരു വിഷയമാണ്. നിങ്ങൾ അറിയുന്ന പോലെ ഞാനിത്തരം കാര്യങ്ങൾ പൊതുവിൽ പറയാറില്ല. നിങ്ങൾ അറിയുന്നത് പോലെ ഒരു പ്രസംഗം വിവാദമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കേസ് വന്നു. അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്,
ഈ എതിർ ശബ്ദങ്ങളെല്ലാം അവിടെ ഒന്ന് വലിയ മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഈ ക്യാമറ എല്ലാം ഇങ്ങനെ നിൽക്കും. വിവാദം പ്രസംഗിച്ച പാസ്റ്റർ ദേ വരുന്നു, നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്നു. ഇന്ന് ഈ കല്ലലിയ പറയുന്നത് നിങ്ങളെല്ലാം ഇരുന്ന് പഴിക്കും, ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നവർ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒത്തിരി പണി അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ വരികയില്ല, ഒറ്റ വഴിയുള്ളൂ, ഞാൻ എവിടെ നിൽക്കുന്നില്ല, ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം, അവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, നിങ്ങളുടെ വണ്ടിയിലേ വരൂ, എനിക്കതെൻ്റെ ഒരു നിർബന്ധം. വരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ വണ്ടിയിലേ വരൂ, ഇതാ ലൊക്കേഷൻ മാപ്പ്. പിന്നെ ഈ അറസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ നേതാക്കന്മാർക്കെല്ലാം ഉള്ളൊരു പണിയുണ്ട്, മയങ്ങി ഒരു വീഴ്ച. പുരക്ഷി തലൈവി ജയലളിത എടുത്താലും, പിന്നെ ഇവിടെ അടുത്തൊരാളുണ്ട് പോയി, ഇപ്പോൾ ഇവരെയൊക്കെ എടുത്താൽ മനസ്സിലാകും, കോടതിക്കകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ വിധിയെതിരെ വരുന്നെന്ന് പറയുമ്പോൾ ഒറ്റ വീഴ്ച. വക്കീൽ പറഞ്ഞു കൊടുത്തേക്കുന്ന ഇങ്ങനൊന്ന് വീഴണം, ബാക്കി ഏറ്റു, കോടതിക്കും അറിയാം വക്കീലിനും അറിയാം, അവിടെ അങ്ങോട്ട് കുഴപ്പമില്ല. ചെറിയ ട്രിപ്പുമൊക്കെ ഇട്ടേച്ച് ഡോക്ടർ എഴുതും, വല്ലാത്തൊരവസ്ഥയാണ്, ഹൃദയമിടിപ്പിൽ ഈ വ്യത്യാസമുണ്ട്. നമ്മളതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന്. പിന്നെ ഞാനത് പറയുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് വായിക്കുന്ന റിപ്പോർട്ടൊക്കെ ശരിയാണെങ്കിൽ ഈ ജയിലിലെ ഫുഡൊക്കെ വളരെ നല്ലതാണ്, നല്ല ഫുഡ്, ആട്ടിറച്ചി എന്തെല്ലാം ഫുഡാണ്. ഞാൻ കുറച്ചാളായിട്ട് കൊടുക്കുന്നത്, എൻ്റെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തണം, ഒരു ചെറിയ റെസ്റ്റ് വേണം. റെസ്റ്റ് ഇല്ല, അതൊരു സത്യമാണ്. കഴിഞ്ഞ ആഴ്ച ഇത് സംസാരിക്കില്ലെന്ന് പറഞ്ഞ് വിട്ടാൽ ത്രോട്ട് ഇൻഫെക്ഷനായിരുന്നു, വോയിസ് റെസ്റ്റ്. അപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാനൊക്കെയല്ലോ. അപ്പോൾ അന്നുപോലെ ഓർത്ത് ഒരു റെസ്റ്റും വേണം, ചില നല്ല ഫുഡും ഒക്കെ കഴിച്ച് ഒരു ചെറിയ തിളക്ക ശരീരത്തിന് വേണം. ഇത് അസൂയാണോ ഇതിൽ? എനിക്കൊരല്പം ശരീരം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരിനെ കണ്ടിട്ട് ഞാൻ ബാംഗ്ലൂരിടത്ത് ചെന്നപ്പോൾ ഒരുത്തന് ഈ വാക്യം വായിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് വായിച്ചിട്ട് 5-6 തവണ എന്നെ നോക്കി ചിരിച്ചേച്ച് പോവാ. എനിക്ക് അന്നുപോലെ തോന്നിയാണ് ഒന്ന് മെച്ചപ്പെടുത്തണം. ചില ആൾക്ക് നമ്മളെ കണ്ടിട്ട് പറയും വല്ലതൊക്കെ കഴിക്കണം, ഒന്ന് തന്നു നോക്ക് കഴിക്കുമെന്നറിയാം. ചുമ്മാ എന്നിട്ട് ഇങ്ങനെ നടന്നാൽ പോരാ, വല്ലതൊക്കെ ഒന്ന് കഴിക്കണം. ഇവരൊന്നും തരാതാ പറയുന്നത് കഴിക്കണം. തരാതെ കഴിക്കണമെന്ന് കൊണ്ട് കാര്യമുണ്ടോ? കേട്ട് നിൽക്കുക. ചില ആൾ പറയും ഞങ്ങളൊക്കെ ഉണ്ട് വാസേ, ധൈര്യമായിട്ട് നിന്നു. നിങ്ങൾ എവിടെ ഉള്ളതെന്നറിയോ? പുനലൂർ. ഞാനിവിടെ അട്ടപ്പാടിയിൽ. നിങ്ങളിവിടെ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട്. ശരിയാ. ചില ആൾ പറയോ സൂക്ഷിക്കണോ? എന്തോ സൂക്ഷിക്കാൻ നോക്കുന്നേ? ഏറ്റവും അധികം സൂക്ഷിച്ച ഒരാളാണ് നമ്മുടെ രാജീവ് ഗാന്ധി, ശ്രീ പെരുമ്പതൂരിൽ. ഇവിടെ ദൈവം നിശ്ചയിക്കാതെ നമുക്കൊന്നും ഒന്നും പറ്റില്ല, ഒന്നും വരില്ല. ദൈവം നിശ്ചയിച്ചാൽ ആ വഴിയും വിധിയും തടുക്കാൻ ലോകത്തൊരുവനും കഴിയില്ല. നാം സേവിക്കുന്നവൻ്റെ ശക്തി ഒന്ന് തിരിച്ചറിയണം. പിന്നെ ചില ഭീഷണിയൊക്കെ കാണുമ്പോൾ ചിലർക്കറിയത്തില്ല ഇതെങ്ങനെ മാറ്റി വിടുന്നതെന്ന്. വെള്ളം വരുമ്പോൾ കർഷകനറിയാം ഇത് ഏതിലെ ചാല് വെട്ടി തിരിക്കണോ. എൻ്റെ മോടെ കല്യാണമായിരുന്നു, ഈ പ്രശ്നമുള്ളതുകൊണ്ട് പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു, വളരെ ലളിതമായിട്ട്. എന്നിട്ടും 10,000-2000 പേര് വന്നു. അങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വിഷയം കയറി വന്നാൽ അത് അതിലും വലിയ വിഷയമാകും. അതോർത്ത് ഒറ്റ പണി ചെയ്തുള്ളൂ, മുഴങ്കാലിരുന്ന് കുടുംബമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമല്ല, അന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ അനുരണനങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുന്നത് ചിലർക്കറിയത്തില്ല. ദ പവർ ഓഫ് പ്രയർ എന്താണെന്ന്. പ്രാർത്ഥനയിൽ ശക്തി ആസ്വദിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൻ്റെ വിടുതല. നസ്രായൻ്റെ ശരീരം ലൂക്കോസ് അങ്ങോട്ട് പഠിച്ചു വന്നപ്പോൾ ലൂക്കോസിന് മനസ്സിലായി ഇതുപോലൊരു ബോഡി, ഇത്തരം ഒരു സാമ്പിള് ജീവിതത്തിന് മുമ്പ് കണ്ടിട്ടില്ല. കാരണം എന്താ പറയണ്ടേ? പീലാത്തോസ് തൻ്റെ വിധിമണ്ഡപത്തിലിട്ട് പലയാവർത്തി മനോനില തകർക്കാൻ കാത്തിരിക്കുന്ന യഹൂദ പരീക്ഷയുടെ മുമ്പിലിട്ട് തലങ്ങും വിലങ്ങും വിശദീകരണം നടത്തിയിട്ടും ശങ്ക് പതറാത്ത, ആ കരുത്ത് നഷ്ടപ്പെടാത്ത, ഉള്ളുറപ്പൊട്ടും കുറയാത്ത അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്, നിന്നെ വെറുതെ വിടാൻ എനിക്ക് അധികാര അവകാശമുണ്ടെന്ന് പറയുമ്പോൾ കോടതിയുടെ മുഖത്ത് നോക്കി മുകളിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ നിനക്കൊരധികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പരമാധികാരം വെളിപ്പെടുത്തിയ ആ ക്രിസ്തുവിനെ കണ്ടപ്പോഴേ ലൂക്കോസിന് പിടികിട്ടി
എൻ്റെ സ്റ്റെതസ്കോപ്പിന് വഴങ്ങാത്ത, ആധുനിക രീതി പറഞ്ഞ എൻ്റെ സ്റ്റെതസ്കോപ്പിന് വഴങ്ങാത്ത, ലബോറട്ടറിയിലെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന മൈക്രോസ്കോപ്പിന് വഴങ്ങാത്ത, എൻ്റെ പരിശോധനക്കൊന്നും വഴങ്ങാത്ത ഒരു വ്യത്യസ്ത ശരീരം. യെരൂശലേം പുത്രിമാരെ, ഇവനത്ര എൻ്റെ പ്രിയൻ, അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ഈ മഹത്വത്തോട് തുലനം ചെയ്യാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയില്ലെങ്കിൽ ഈ രാത്രി അവനെ കർത്താവും രക്ഷിതാവുമായി ഞങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. പിന്നെ ലൂക്കോസ് ഒരു കാഴ്ച ഉണ്ടോ? നമ്മൾ ഇതിലൊരു ചെറിയ തെറ്റുണ്ട്. നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കണ്ട ക്രിസ്തു അല്ല തിരുവെഴുത്തിലെ ക്രിസ്തു. ഈ ചിത്രത്തിലെ ക്രിസ്തു ഒരു ടെൻഷനൊക്കെ അടിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുമാതിരി, ഞാൻ ആ ചിത്രത്തോടൊന്നും എനിക്ക് എതിർപ്പില്ല. എൻ്റെ കാരണം ചിലപ്പോൾ ഇന്നൊക്കെയാണ് ക്രിസ്തു ജീവിച്ചതെന്ന് എത്ര പടം ഇറങ്ങിയെന്നെ നമുക്കെല്ലാം എടുക്കാം, അല്ലേ? അതുപോലെ വരയ്ക്കാൻ കഴിവുള്ള മനുഷ്യരൊക്കെ അന്നുണ്ടേ വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുഴപ്പമോടല്ല. എബ്രായക്കാരൻ യേശുവിൻ്റെ മരണത്തെപ്പറ്റി പറയാ, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് മരണം ആസ്വദിച്ചു. മരണം ആസ്വദിക്കുന്ന എങ്ങനെ പറയാം. ഈ കൊച്ചുകുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് കരയും. കുത്തിവെപ്പ് വേണ്ടെന്ന് പറഞ്ഞ് കരയും, അല്ലേ? നമുക്കൊരു പനി വന്നാൽ ഡോക്ടർ പറയും, സാർ ഒരു ഇഞ്ചക്ഷൻ വേണം. എന്താ ചോദിച്ചു മേടിക്കാൻ കാരണം? നമുക്കറിയാം ഇത് പെട്ടെന്ന് തീരണമെങ്കിൽ ഒരു അടി. ഇത് ചോദിച്ച് പഠിക്കുമ്പോൾ ആകെ ഇഞ്ചക്ഷൻ വരുമ്പോൾ നമ്മൾ ഇന്ന് എന്താ അത് ചെറിയൊരു പ്രവണത കാണിക്കും. കാരണം ഇത് ഇഞ്ചക്ഷൻ ചെയ്തെങ്കിലേ പനി പെട്ടെന്ന് മാറും. അതാ കാര്യം. അപ്പം ചിലതരം വേദനകൾ ആസ്വദിക്കുന്നത് ഒരു ചാരിതാർത്ഥ്യ. മനസ്സിലായോ? അതിനൊരു മറുവശമുണ്ട്. ഇവിടെ കൊച്ചു കുട്ടികൾ ഇരിപ്പുണ്ട്, ഇവിടെ മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ, അല്ലെ മുതിർന്നവരെ കുറിച്ചും പറയാം, വീട്ടിൽ അപ്പൻ്റെ അല്ലെ നമ്മുടെ പപ്പായുടെ ഒരു ഫോട്ടോ, പഴയ ഫോട്ടോ, പട്ടാളത്തിലെയോ അതല്ലെങ്കിൽ അങ്ങനൊരു ഫോട്ടോ ഇല്ലാത്ത വീടില്ല. മിക്ക വീട്ടിലുണ്ടല്ലേ, ഫ്രെയിം ചെയ്ത് വെക്കും, അല്ലെ ആൽബത്തിലുണ്ട്. കുട്ടികളുടെ കയ്യിലൊക്കെ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോ ഉണ്ട്, മമ്മിയുടെയും പപ്പായുടെയും ഫോട്ടോ. മൊബൈലിലൊക്കെ കാണിക്കും, ഇതാ പപ്പ, ഇതാ മമ്മി. സത്യ. പക്ഷെ ആ ഫോട്ടോയ്ക്ക് ഒരു കുറവുണ്ട്, ഒരപാകതയുണ്ട്. അപാകത എന്താണെന്നറിയണ്ടേ? ശരിക്കും പപ്പ അങ്ങനല്ല. ശരിക്കും പപ്പ എങ്ങനെയാണെന്നറിയണ്ടേ? വാഴക്കറ പുരണ്ട ഉടുപ്പിട്ട് പുനലൂർ ചന്തയിൽ കൊണ്ട് വിറ്റ് ആഹാരം വാങ്ങിക്കൊണ്ടുവരാൻ അവിടെ കാത്തു നിന്നൊരപ്പയുടെ ചിത്രം നമ്മുടെ ഒന്നും കയ്യിലില്ല. ടാപ്പിംഗ് കത്തി കൊണ്ട് റബ്ബർ വെട്ടി തെറിച്ച് വീഴുന്ന ആ കറപുരണ്ട ഉടുപ്പിട്ട ഒറ്റ ചിത്രവും നമ്മുടെ കയ്യിലില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മധുരമിട്ട് കുടിക്കാൻ നിർവാഹമില്ലാതെ കട്ടൻ കാപ്പി കുടിച്ച് വീടിൻ്റെ മുറ്റത്ത് കുടിച്ചുവെന്ന് വരുത്തി തീർത്തിട്ട് നടന്നുപോയ പപ്പ, അതാ യഥാർത്ഥ പപ്പ. എന്തിനാ മനുഷ്യൻ ഉടുപ്പിടാതെയും ഒക്കെ ഇങ്ങനെ നടന്നേന്നറിയോ? അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ദുഃഖിതനല്ല. നമുക്ക് വേണ്ടി ദുഃഖം ആസ്വദിച്ചു. പിടിയോ? അമ്മ ഒരു ചായ ഒഴിവാക്കിയപ്പോഴേ, അമ്മ ഒരു സാരി ഒഴിവാക്കിയപ്പോഴേ, അമ്മ ഒരു പിടി വറ്റൊഴിവാക്കിയപ്പോഴേ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടേ ആ പഴയ പാത്രം ഉണ്ടല്ലോ, ചിലർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരനുഭവം അല്ലേ? പഴയ ആ മൺകലത്തിനുള്ളിലേക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അവസാനം വെള്ളമൊഴിച്ച് കല്ലുകൾക്കിടയിൽ പരതി 2-3 വറ്റും വെള്ളവും കുടിച്ചിറങ്ങുമ്പോൾ അമ്മ ആസ്വദിക്കുക ജീവിതത്തെ. അമ്മയുടെ സന്തോഷം എന്താണെന്നറിയണ്ടേ? എൻ്റെ വയറ് നിറയുന്ന അമ്മയുടെ സന്തോഷം. അപ്പൻ്റെ സന്തോഷം എന്താണെന്നറിയണ്ടേ? നിങ്ങൾ നല്ല ഉടുപ്പിടുന്ന അപ്പൻ്റെ സന്തോഷം. നിങ്ങൾ നല്ല ഉടുപ്പിടാൻ, നിങ്ങൾ നല്ല വീട്ടിൽ കിടക്കാൻ, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാൻ അപ്പൻ ഈ തെരുവിലൂടെ എത്ര നടന്നു, എത്ര അധ്വാനിച്ചു, എത്ര കഷ്ടപ്പെട്ടു.
അപ്പൻ അങ്ങനെ കഷ്ടപ്പാട് ആസ്വദിച്ചതുപോലെ നമ്മുടെ പരമപിതാവ് അയച്ച പുത്രൻ എനിക്കും നിങ്ങൾക്കും സമൃദ്ധിയായ ജീവനുണ്ടാകാൻ കാൽവരിയുടെ കൊലമരത്തിൽ ഈ വേദന അനുഭവിച്ചു. ആ വേദനയുടെ ആധിക്യത്തിൽ അവിടുന്ന് സ്വയം പുളഞ്ഞു, ആ ദാഹം പ്രകടിപ്പിച്ചു. അയ്യപ്പൻ്റെ മറ്റോ ഒരു കവിത ഉണ്ട്, അയ്യപ്പൻ്റെ ആണെന്ന് തോന്നുന്നു, ഓർമ്മയെന്ന് പറയുക. അമ്മ ഉറങ്ങുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, അമ്മ ഉണരുന്നതും കണ്ടിട്ടില്ല. കാരണം അമ്മയാണ് അവസാനം ഉറങ്ങുന്നതും ആദ്യം ഉണരുന്നതും. പക്ഷേ ഒരു ദിവസം അമ്മ ഉറങ്ങിക്കണ്ടു, പിന്നീട് ഒരിക്കലും അമ്മ ഉണർന്നിട്ടില്ല. ഒരിക്കലേ അമ്മ ഉറങ്ങിക്കണ്ടുള്ളൂ, പിന്നൊരിക്കലും അമ്മ ഉണർന്നിട്ടില്ല. വേദനിപ്പിക്കുന്ന ആ വാക്കുകൾ മനുഷ്യജീവിതത്തിൻ്റെ നിരാശയാണ്, മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖമാണ്. ആലോചിച്ച് നോക്കുക. ഞാനിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ 2-3 ആഴ്ചകൾക്കപ്പുറത്ത് നമ്മുടെ പാസ്റ്റർ എബ്രഹാം ജോർജ് അച്ചാൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ സെൻട്രലിൽ പാസ്റ്റർമാർക്കുള്ള യോഗമായിരുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പി തോമസും മറ്റ് ഇവരൊക്കെ അവിടെ ഉണ്ട്, അജുവാനിക്കാട് സാറും ഒക്കെ ഉണ്ട്. അപ്പനെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത്രയും പ്രായവും പക്വതയുമുള്ളവരുടെയും കണ്ണ് നിറഞ്ഞു. പ്രസംഗിക്കുന്ന എൻ്റെയും കണ്ണ് നിറഞ്ഞു. കാരണം അപ്പൻ്റെ നഷ്ടം ഒരു നഷ്ടമാണ്, അമ്മയുടെ നഷ്ടം ഒരു നഷ്ടമാണ്. ആ നഷ്ടം നിറഞ്ഞ ലോകത്തെ അപ്പനും അമ്മയില്ലാത്ത വീട്ടിലേക്ക് ചെല്ലാൻ നമുക്കൊരു തൃപ്തി വരില്ല. പിന്നെ ചടങ്ങാ ബാക്കിയല്ല അല്ലേ? അന്ന് ഒരു കാര്യം മനസ്സിലായി, വിരഹം, മരണം, വേർപാട് ദുഃഖമാണെങ്കിൽ ഈ മരണത്തിനെതിരെ പടപൊരുതി ജയിക്കാൻ മനുഷ്യരാശി എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ച മഹത് ഗുരുവിൻ്റെ പേരായ യേശു. അതുകൊണ്ട് കാൽവറിയിൽ പ്രാണനെ അർപ്പിച്ച് തന്നെ ഏൽപ്പിച്ച് മരിച്ചവൻ്റെ ശരീരം മണ്ണിനേൽപ്പിച്ചു കൊടുത്തപ്പോൾ ഈ മണ്ണിലെ പുഴുക്കൾക്ക്, ബാക്ടീരിയകൾക്ക്, സൂക്ഷ്മാണുക്കൾക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല, പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അഴുകിപ്പുഴുത്തു മണ്ണിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. മഹാനായ അലക്സാണ്ടർ മുതൽ ലോക നിലവാരമുള്ള ഏത് ചിന്തകനെ എടുത്താലും അഴുകി ലയിച്ച് മണ്ണിൻ്റെ ഭാഗമായി തീർന്ന ചരിത്രമെങ്കിൽ മണ്ണിന് പിടിച്ചു വെക്കാൻ കഴിയാതെ, ബാക്ടീരിയകൾക്ക് നശിപ്പിക്കാൻ കഴിയാതെ, പുഴുക്കൾക്ക് നശിപ്പിക്കാൻ കഴിയാതെ ജീർണിക്കാത്ത ഒറ്റ ശരീരമേ ഉലകം കണ്ടിട്ടുള്ളൂ. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കയില്ല. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടപ്പോൾ ലൂക്കോസിന് പിടികിട്ടി. പണ്ട് ഞാൻ തേടിയ ആ പൂർണ്ണതയുള്ള മനുഷ്യനെ ദാ കണ്ടെത്തിയിരിക്കുന്നു. ലൂക്കോസ് മറ്റൊന്നുകൂടി അറിയണം, ആ യുഗപുരുഷന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ പുണ്യാക രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിൻ കൊണ്ട് എനിക്ക് നിങ്ങൾക്കും രക്ഷ എന്ന ദിവ്യ ഔഷധത്തിന്റെ അതിമഹത്തായ അനുഭവം പ്രദാനം ചെയ്തിരിക്കുന്നതെങ്കിൽ കുഞ്ഞാടിന്റെ രക്തമുഖാന്തരം രക്ഷാകരണ പ്രവൃത്തിയുടെ ഭാഗമായ ജനകോടികളെ ഓർത്ത് ഞാൻ ദൈവത്തെ തുതിക്കുന്നു. ആ രക്ഷാപദ്ധതിക്ക് പുറത്ത് ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഹല്ലേലൂയ. ആ ലൂക്കോസ് മറ്റാരും അവതരിപ്പിക്കാത്ത ചില വിഷയങ്ങൾ അവതരിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഈ ലൂക്കോസിൻ്റെ എഴുത്ത് നോക്കിയാൽ വൈദ്യശാസ്ത്രപരമായ അന്വേഷണം പിന്നെയും കാണാം. അപ്പോസ്തലത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ ഗർഭാശയം മുതൽ മുടന്തനായൊരു മനുഷ്യൻ. അത് ഡോക്ടർ നോക്കിയാൽ ഇയാൾ ഗർഭാശയം മുതലേ ഇങ്ങനെയാന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ പറയാം, ഞാൻ പുല്ലൂർ കാണുമ്പോൾ മുതൽ ആ പുള്ളി അങ്ങനെ. ഡോക്ടർ നോക്കിയാൽ പറയും അങ്ങനല്ല, ഇന്ന് തുടങ്ങിയല്ല, ആ ജനനത്തിലേ ഉണ്ട്. അതാ ഡോക്ടറെ കണ്ണ് ലക്ഷണം കണ്ട് കാര്യം മനസ്സിലാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴേ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കണ്ട വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് നമ്മൾ വായിച്ചത്. അതിലൂടെ അല്പനേരം വരാം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ, അവൻ യെരിഹോവിൽ വരുന്നു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യൻ, പേര് സക്കായി. അയാൾ ഉയരം കുറഞ്ഞൊരു മനുഷ്യനാണ്. ഉയരം കുറഞ്ഞ സക്കായി എന്ന ഈ മനുഷ്യൻ്റെ യോഗ്യത പറയാണ്, അയാൾ സമ്പന്നനാണ്.
രണ്ടാമത്തെ കാര്യം പറയുകയാണ് അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ഒരു പ്രമാണിയാണ്. സമ്പന്നനാകുമ്പോഴേ പ്രമാണിയാവുമല്ലോ, അതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ. കുറവുകളൊന്നാണ് പൊക്കം കുറവാണ്. അപ്പോൾ ഇയാൾക്ക് യേശുവിനെ കാണണം, അയാൾ ഇതിൻ്റെ മീതെ കയറിയിരിക്കുക. ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തുമായി ബന്ധപ്പെട്ട വസ്തുതയുണ്ട്. ഈ ഇസ്രയേലിയർക്ക് തൊഴിലെല്ലാം ആദരിക്കപ്പെടുന്നതാണ്. തൊഴിലിനോട് ബഹുമാനമാണ്. തൊഴിൽ അത് പാശ്ചാത്യർക്കും അങ്ങനെയാണ്. സായിപ്പിനും യഹൂദനും തൊഴിലെല്ലാം തന്നെ മാന്യമാണ്. അതുകൊണ്ടാണ് മീൻപിടുത്തക്കാരനായ പത്രോസ് എന്ന് പറഞ്ഞാൽ നമ്മളാണെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അല്ലേ? തോൽക്കൊല്ലനായ ശിമോൻ, ഞാൻ പല ജോലി ചെയ്യും, അതൊന്നും അവിടെ വെച്ച് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറയും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മലയാളിക്ക് പണ്ടുണ്ടായിരുന്ന വിചിത്രമായൊരു സ്വഭാവം, ഒരുത്തൻ ഒരു കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തെ ചേർത്തായിരിക്കും ആളിന് പേരിടുന്ന. ആ പിള്ളേരെല്ലാം വഴിയെ പോകുമ്പോൾ ഇത് പറഞ്ഞങ്ങ് ആക്ഷേപിക്കുക, അല്ലേ? മലയാളിയുടെ പ്രത്യേകതയാണ്. കരിപ്പെട്ടി വിൽക്കുന്നതിന് അത് ചേർത്ത് ഒരു പേരിടുക, ഇങ്ങനൊരു പേരങ്ങിടും. എന്തോ കുറഞ്ഞ കാര്യമാണ് ഈ ജോലി ചെയ്യുന്നതിനൊരു ധാരണ മലയാളിക്ക്, ഇന്ത്യക്കാരന് പൊതുവുള്ളതാണ്. അങ്ങനെയാണ്. ഞാനപ്പോൾ നല്ല തിരക്കിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ തിരക്കിലാണെങ്കിലും ചില മനുഷ്യരോട് വലിയൊരു വിട്ടുവീഴ്ച മനോഭാവം എനിക്ക് തോന്നുന്നു. എൻ്റെ കാരണം ഇവിടെ മുമ്പിൽ കൂടെ ഈ നാശ പെർമിറ്റ് ഇങ്ങനെ പോകും. നമ്മൾ നേരത്തെ കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സമയത്തിങ്ങെത്താം. നമ്മളവനെ ഓണടിച്ച് ഇവനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇവനെ മനസ്സുകൊണ്ട് ശപിക്കുക, ഇയാൾ എന്തിനേലും കൊണ്ടുവന്നു, ഇയാളിതിലേ വന്നില്ലേ, നാളെ നമ്മൾ ഉണ്ണൂല, നമുക്കുള്ള അരിയാ പോന്നേ, പച്ചക്കറിയാ പോന്നേ, നമുക്കേ നാളെ കഴിക്കേണ്ട മുട്ടയും മത്സ്യമൊക്കെയാണ് പോന്നേ. അദ്ദേഹത്തോട് അസഹിഷ്ണുപ്പെട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമ്മൾ വിവരമില്ലാതെ ഈ സംസാരിക്കുന്നത്. ഇയാൾ നമുക്ക് നേരത്തെ പോകാൻ വേണ്ടി ഇയാൾ എവിടെയെങ്കിലും കളഞ്ഞു കിടണം, ഇയാൾ എന്തിനാ ഇതും കൊണ്ടുവന്ന് വണ്ടി അവിടെ കയറ്റി നിർത്തിയിട്ട് ഇയാൾ രണ്ട് പറഞ്ഞിട്ട് പുതിയൊരു വിഷയം ഉണ്ടാക്കുമ്പോൾ ഓർക്കണം, ഇങ്ങനെ ഒരുത്തൻ ഓടിയില്ലെങ്കിൽ ഫുഡ് കിട്ടൂല, ഇതിഞ്ഞ് വരൂല. മനസ്സിലായോ? പിടികിട്ടില്ല തൊഴിലിൻ്റെ മഹത്വം. നമ്മുടെ തൊഴിലിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞുതരാം. ഈ സായിപ്പ് അവരുടെ പേരിനൊപ്പം തൊഴിൽ ചേർത്താണ് പേരിടുന്നത്. ഇവിടെ സുവിശേഷം അറിയിക്കാൻ വന്ന ഒരു സായിപ്പിൻ്റെ പേര് തന്നെ കുക്ക് സായിപ്പ്, അല്ലേ? റോബർട്ട് ഫെലിക്സ് കുക്ക്, ഇങ്ങനെയാണ് പേര്. ഒരു തിയോളജിൻ്റെ പേര് ഡ്രൈവർ എന്നാണ്, SR ഡ്രൈവർ, കിച്ചൻ, ഇങ്ങനെയൊക്കെ പേരുള്ള സായിപ്പുണ്ട്. മനസ്സിലായല്ലോ? ഞാനിതെൻ്റെ ജീവിതത്തിൽ ഇതുവരെ തമ്പി എന്ന് പേരുള്ളൊരു സായിപ്പിനെ കണ്ടിട്ടില്ല. തങ്കച്ചൻ, തമ്പി, മോനച്ചൻ ഞാനിതുവരെ കണ്ടിട്ടില്ല. ലീലാമയെന്ന് പേരുള്ളൊരു മദാമയും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള പേരുകളാണ് ഇവരുടെ ഈ പേരുകൾ. അപ്പോൾ ഈ പേരുകൾക്കൊപ്പം തൊഴിൽ ചേർത്ത് തോൽക്കൊല്ലനായ ശിമോനെന്നോ കൂടാരപ്പണി ചെയ്തു പോകുന്ന ശൗലെന്നോ ഒക്കെ പറയുന്നത് അവരെ അഭിമാനമായി കരുതി. നമ്മളെ സംബന്ധിച്ചോളം തൊഴിലൊന്നും ഇല്ലെന്ന് പറയുന്നൊരു അഭിമാനമാണ്. മാത്രമല്ല, ഈ തൊഴിലൊന്നും ഇല്ലാത്ത പയ്യൻ്റെ കല്യാണവും പെട്ടെന്ന് നടക്കും. ജോലിയുള്ളവനാ പാട്. നിങ്ങൾ ജോലിയുള്ള കൊച്ചിനെ കെട്ടിച്ചു വിടാൻ നോക്കി, എന്തൊരു പ്രയാസമാണെന്നറിയോ? കിട്ടത്തില്ല. ഇനി ഇങ്ങനെ തൊഴിലെല്ലാം ബഹുമാനമാണ്. ഞാനതാ ഒരു സംവാദത്തിൽ ചോദിച്ച ചോദ്യം, നമ്മുടെ രാജ്യമോ നമ്മുടെ ചരിത്രമോ ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. ഏറ്റവും പ്രശ്നം എന്താ അറിയണ്ടേ? ഇന്ത്യയുടെ പൗരാണികതയിൽ എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുന്നവനെ ബഹുമാനിച്ച ഒരു വാക്യം കാണിച്ചതാണ്. ഈ പണിയെടുത്തവനെ, റോഡ് വെട്ടിയവനെ, ആഹാരം വിളയിച്ചവനെ, വനം സംരക്ഷിച്ചവനെ, കൊട്ടാരം സംരക്ഷിച്ചവനെ, പണിയെടുത്തവനെ ഏതെങ്കിലും തരത്തിൽ ബഹുമാനിക്ക വേണ്ട, അവനെ ആദരിക്കുക വേണ്ട, അപമാനിക്കാതിരുന്നൊരു വചനം കാണിച്ച അത് മോശപ്പെട്ട പണിയായിട്ടാണ് കണ്ടേ. എന്തോ മോശം പണി. പണ്ട് വൈദ്യന് പോലും സ്വീകാര്യതയില്ലാത്തൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കുറഞ്ഞ പണിയായിട്ട് കൂട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് വിലയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അധ്യാപകന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല, കാരണം വേണ്ട ശമ്പളം കൊടുക്കൂല. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ തൊഴിലിന് വില കൽപ്പിച്ചില്ല, പണിയെടുക്കുന്നതിന് വില കൽപ്പിച്ചില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെങ്കിൽ ജൂതന്മാർ 2000 വർഷം മുമ്പ്, വർഷങ്ങൾക്കൊക്കെ അപ്പുറത്ത്, ആയിരത്തായിരത്ത് ആണ്ടുകൾക്കപ്പുറത്ത് തൊഴിലിന് വില കൽപ്പിച്ചു. അതാ സത്യം. മനസ്സിലാകുന്നോ? അതുകൊണ്ട് നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി. കാരണം ഈ കാളവണ്ടി
കുതിരവണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് അത് ഗംഭീരമാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനും 300 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ ഭൂഗർഭ തുരങ്കം ഉണ്ടാക്കി അതുവഴി ട്രെയിൻ ഓടിച്ചവനാണ് സായിപ്പ്. ഇപ്പം നമുക്ക് കാളവണ്ടി പോലും ഇല്ലെന്ന്. ഭയങ്കര മഹത്തരമായ പാരമ്പര്യമാണെന്ന് പറയും. എന്നാൽ പിന്നെ ഈ കാളവണ്ടി യാത്ര ചെയ്യും അതുമില്ല. മഹത്തായതൊക്കെ ഇത് കൊള്ളാൻ ഇത് ആർക്ക് കൊള്ളാമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഏതായാലും കൊള്ളത്തില്ല, പിന്നെ ആർക്കാ കൊള്ളാമെന്ന്? നിങ്ങളിട്ട് എടുക്കുന്നുമില്ല, പിന്നെ ആർക്ക് കൊള്ളാമെന്ന? ആരുടെ കാര്യം ഈ പറയുന്നത്? ചില ആളുകളുണ്ട് പണ്ടത്തെ മനുഷ്യൻ്റെ ഭക്ഷണം, എന്നിട്ട് ബിരിയാണി അടിച്ചോണ്ടാണ് പറഞ്ഞത്. പണ്ടത്തെ മനുഷ്യൻ്റെ ഫുഡ് ഭയങ്കരമായിരുന്നു, അവർ ചുട്ടത് മാത്രമായിരുന്നു കഴിക്കുന്നത്. എന്നാൽ ഇയാളതങ്ങ് ചെയ്യ്, അങ്ങനെ ചെയ്യാത്ത ഇത് കൊള്ളാമെന്ന് ആരാണ്ടോട് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കൊള്ളാം, എന്നിട്ട് ഇയാളെന്താ ചെയ്യാത്ത? പണ്ടത്തെ മനുഷ്യൻ്റെ അറിവ്, അവർ പഠിച്ച കാര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ കൊച്ചിനെ എന്തിനാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുന്നത്? അത് പണ്ടത്തെ പഠിപ്പിച്ചാൽ പോരെ. പണ്ടത്തെ മനുഷ്യൻ്റെ വസ്ത്രം ഇട്ട് നോക്കറിയാൻ കാര്യം എന്താണ്? പോലീസ് കേസെടുക്കുക, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇട്ടോട്ടൊന്ന് പോയി നോക്കാം, നല്ലതാണെന്നല്ലേ പറഞ്ഞു, അത് പോയി നോക്ക്. എന്ത് പണ്ടത്തെ കാര്യം പറയുന്നത്? പോട്ടെ, ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പ്രശ്നമുണ്ട്, പുതിയതായിട്ട് ഒന്നും സൃഷ്ടിക്കണ്ട. കഴിവ് ഇതിൽ തന്നെ നിന്നങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നു, പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അല്ലെ ആ സ്വഭാവമുള്ള യോഗം നടത്തണം, അപ്പോൾ പറയാം, കുഴപ്പമില്ല. അതിന് രണ്ടും വകുപ്പ് വേറെയാണ്. ഹോമിയോ ചികിത്സയും ആൻറ്റിബയോട്ടിക്കൊക്കെ രണ്ട് രീതിയിലാണ്. അല്ല ഉണ്ട്, വേറെയാ സംഭവം. ഇപ്പോൾ അടുത്ത സ്വർണ്ണം നടക്കുന്നുണ്ട്, അടിമാലി അടുത്ത അത് ലൈവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കേൾക്കാം. അതൊക്കെ ലൈവിൽ വരും. 2 ദിവസമുള്ളിൽ വേറെണ്ണം വരുന്നുണ്ട്, അപ്പോൾ കേൾക്കാം. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, തൊഴിലിന് വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ യോഗം കഴിയുമ്പോൾ ഈ ജോസുവാസ് ഓരോ ചായ തന്നോന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടോ? അപ്പോൾ സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ. അതിനിപ്പോൾ നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? ഒരു ഇൻ്റർവ്യൂവിന് വന്നൊരു പയ്യനോടൊക്കെ ചോദിച്ചാണ്, ഫയർഫോഴ്സിലെടുക്കുക. അവനോട് ചോദിച്ചു, ഫയർഫോഴ്സിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക, പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന് തീ പിടിച്ചതായി സങ്കല്പിക്കുക, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഞാൻ വെള്ളം ഒഴിക്കുന്നതായി സങ്കല്പിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചാൽ മതി, വെള്ളം ഒഴിക്കുന്നതായിട്ട് സങ്കല്പിക്കുമെന്ന് പറഞ്ഞ പോലെ സങ്കല്പിച്ചാൽ മതി, കുഴപ്പമില്ല. ഈ ചായ കുടിച്ചിട്ട് ഈ ഗ്ലാസ് നമ്മളിവിടങ്ങ് കളയും. ഞാനൊരിക്കലൊരു ഫ്യൂണറലിന് പോയപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, ഇതെല്ലാം എന്തിനാണ് പെറുക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ഇത് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ തന്നെ അത് പെറുക്കിയെടുത്ത് അവിടെ ഇട്ട് കത്തിക്കാനും പറഞ്ഞു. ഒരു ലൈറ്റർ മേടിച്ച് അവിടെ പേപ്പർ ഇട്ട് അതൊക്കെ കത്തിച്ചു മാറ്റി. കാരണം അത് ഇട്ടിട്ട് പോകുന്നത് നല്ലതല്ലെന്ന് തോന്നി. അപ്പം നമ്മൾ ഈ ചായ കുടിച്ചിട്ട് ഗ്ലാസ് എറിഞ്ഞിട്ട് പോകുന്നവനെ നാട്ടുകാരൻ വിളിക്കുന്ന സാറേന്നും അത് പെറുക്കുന്നവനെ കുറഞ്ഞ ആളായിട്ടാണ് കൂട്ടുന്നത്. മാലിന്യം ഉണ്ടാക്കുന്നവൻ സാറ്, മനസ്സിലായില്ലേ? അത് പെറുക്കുന്നവൻ ഏതാണ്ട് ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഇന്ത്യക്കാരന് പറ്റിയ പരാജയം. അതാണ്. എൻ്റെ ജോലി ചെയ്യാൻ ആളില്ല, വൈറ്റ് കോളർ എന്ന ചിന്തയിലേക്ക് പോയി. നിങ്ങൾക്കറിയണ്ട, ഈ ജോലിക്കൊക്കെ മാന്യതയുള്ള സ്ഥലം എവിടെയാണെന്നറിയോ? UK, US, ഓസ്ട്രേലിയയൊക്കെയാണ്. ഡോക്ടറേക്കാൾ പണം കിട്ടുന്ന നഴ്സിനാണ്, ഡോക്ടറേക്കാൾ എഞ്ചിനീയറേക്കാൾ പണം കിട്ടുന്നത് മേസ്തിരിക്കാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അവിടെ പോയ കുട്ടികൾ ആ കുഞ്ഞുങ്ങളുടെ ഡെലിവറി ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ വിളിക്കാൻ തരയോ? നേഴ്സിനെ വെച്ചാൽ കൊടുക്കാൻ പൈസയില്ല. അവരുദ്ദേശിച്ച ഒരു മണിക്കൂറിന് 3000 മോളി കൊടുക്കണം, ഉറുപ്പിക മോളി കൊടുക്കണം, ആളില്ല. അപ്പോൾ വിലയും നിലയും തൊഴിലാളിക്ക് വന്ന എവിടാ? ഈ തൊഴിലാളി എന്ന് പറയുന്നിടത്തല്ല, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലാണ് അവർക്ക് വിലയും നിലയൊക്കെ ഉണ്ടായത്. തടി വെട്ടുന്നവന് പറയുന്ന പേരേ എന്താണെന്നറിയാണ്ട്, വുഡ് കട്ടർ എന്ന് പോലുമല്ല, ട്രീ സർജൻ എന്നാണ് പറയുന്നത്. ട്രീ സർജൻ. അത് നമ്മളീ പറയുന്ന പ്രയോഗമൊന്നും ഇല്ല കേട്ടോ. ആ വാളുമൊക്കെ വെച്ച് വൃത്തിയാണ് പണി കണ്ടു കഴിഞ്ഞാൽ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം പാലിക്കണം. അവിടെ ഒരു ഇല കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് കളയേണ്ട സ്ഥലമുണ്ട്, കൃത്യമായിരിക്കണം. ഇത്ര പരിഗണനയാണ് ഈ സംവിധാനത്തിനൊക്കെ. നല്ല പൈസ കിട്ടുന്ന തൊഴിലാണ് ഇതൊക്കെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പറയാം, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, അവിടെ ചെന്ന കാശാ, നീ തൊഴിൽ ചെയ്യാൻ ആളില്ലെന്ന്. ഈ ടൈ സൂട്ടും കെട്ടിയവന് അവൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, പക്ഷേ ക്യാഷില്ല. ഇത് കെട്ടിക്കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ക്യാഷ് ഇറക്കാം. മാൻ പവർ ഉപയോഗിക്കുന്നവന്, മനസ്സിലായില്ലേ? ഈ പവർ ഉപയോഗിക്കുന്നവർക്കേ, ഈ റിസോഴ്സ് ഉപയോഗിക്കുന്നവർക്കേ ഭയങ്കര വിലയാണ്, ഭയങ്കര ബഹുമാനമാണ്, ക്യാഷാണ്. നമ്മുടെ രാജ്യത്തൊക്കെ പറ്റിയത് പണിയെടുക്കുന്നവനോട് എന്തോ ഒരു വല്ലാത്ത അവജ്ഞ. ഇനി അത് വിട്. ബൈബിളിൽ 2000 ആണ്ട് മുമ്പ് ബേസൈദക്കടലിൽ മത്സ്യം പിടിച്ച്
വലയും പടകും നന്നാക്കി നിൽക്കുന്ന ചൂരുഗന്ധം നിറഞ്ഞ ശരീരങ്ങൾ കടലിൻ്റെ കരയ്ക്ക് വന്ന് പട്ടിണിയും പൈതാഹവും ദാരിദ്ര്യവും പറഞ്ഞ് കിട്ടിയ മത്സ്യത്തെ ചൊല്ലി ദുഃഖിച്ചിരിക്കുക. ഒരു വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാന്നേ, അടുത്ത് വാ. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ആശ്വാസം ജീവിതത്തിൽ അനുഭവിച്ച ദൈവമക്കളാണ് ഇന്നിവിടെ കൂടിയേ. ആശ്വാസം കിട്ടുക വലിയൊരു കാര്യമാണ്. പ്രതിസന്ധി അനുഭവിക്കുന്നവന് ആശ്വാസം കിട്ടുക വലിയൊരു കാര്യമാണ്. കഷ്ടപ്പെടുന്നവനെ ആശ്വസിപ്പിക്കുക അത് വലിയ കാര്യമാണ്. പോട്ടെ എന്ന് പറയല്ല, അവൻ്റെ പ്രതിസന്ധിക്കകത്തേക്ക് ഇരമ്പിക്കയറി ആ വിഷയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുത്ത ഞങ്ങൾക്കൊപ്പം ജനങ്ങൾ അണിചേരുന്നത്, ആളുകൾ മുമ്പോട്ട് വരുന്നത്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഞാനും അമ്മ ആദ്യ വിശ്വാസത്തിൽ വരുന്നത്. വലിയ മല കയറി ജീപ്പൊന്നും ചെല്ലാത്ത വഴിയിലൂടെ വന്ന് 4-5 കിലോമീറ്റർ ദൂരം നടന്നു വേണം ഞങ്ങൾക്ക് ആലയത്തിലേക്ക് പോകാൻ. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി, നല്ല വഴികളൊക്കെ ആയി. ആ സ്ഥലത്ത് ഈ കാടും പള്ളയും കടന്ന് നല്ല ടൗണിൽ ജനിച്ചു വളർന്ന് സമ്പത്തും ഐശ്വര്യമുള്ള ആഴ്ചയിൽ 2 ലോഡ് വെജിറ്റബിൾസ് വിൽക്കത്തക്ക പ്രാപ്തിയുള്ള സമ്പന്നരായ ദൈവമക്കൾ ഈ ദൂരം നടന്ന് കയറി വന്ന് എൻ്റെ കുടിലിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുത്ത ഭക്ഷണവും കഴിച്ച് ഞങ്ങളോട് ഇഴുകിച്ചേർന്ന് ഞങ്ങൾക്ക് വരുത്തിയ ആ മാറ്റം കണ്ട് ആ നാട്ടിൽ അനേകർ യേശുവിനെ സ്വീകരിച്ചു. ഇതാ സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഇതാ സുവിശേഷത്തിൻ്റെ പവർ. നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങണം. ഈ ജാടയൊക്കെ പോട്ടെ, നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങണം. ആ ജനം വിടുവിക്കപ്പെടണം. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കണം, ഉപവാസത്തിൻ്റെ ശക്തി വർദ്ധിക്കണം. ജനം വിടുവിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷക അവൻ വിളിച്ചെങ്കിൽ നാളുകളിലായി ദൈവത്തിൻ്റെ മക്കൾ ഇറങ്ങി പുറപ്പെടുമെങ്കിൽ ഇതുവരെ കാണാത്ത വലിയ ആത്മപ്രവാഹം സഭയിൽ സംഭവിക്കും. യേശുവിൻ്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരായി നമുക്ക് ചെയ്തെടുക്കാൻ ചില ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ആ വഴി മുമ്പോട്ട് പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിൽ തൊഴിലിന് വലിയ വിലയാണ്. ഇതൊക്കെ പറയുമ്പോഴും 3 തൊഴിലുകളെ മനുഷ്യൻ വെറുത്തു. 3 തൊഴിൽ. അതിലൊന്ന് ആട്ടിടേണ്ട തൊഴിലാണ്. മനുഷ്യൻ വെറുത്തു. 2ാമത്തെ തൊഴിൽ, വെറുത്ത തൊഴിൽ, ഒരു ദുർമാർഗിയായ സ്ത്രീ, അവരുടെ തൊഴിൽ വെറുത്തു, വേശ്യവൃത്തി. 3ാമത്തത് ചുങ്കം പിരിക്കുന്നവൻ്റെ തൊഴിൽ വെറുത്തു. എന്തുകൊണ്ട്? അതിൽ 2ാമത്തെ നമുക്ക് വിശദീകരണം ആവശ്യമില്ല. ആദ്യത്തെ ഞാൻ വിശദീകരിക്കാം, 2ാമത്തതും പറയാം. ഈ തൊഴിലിനെ വെറുത്തത്, ഇടകൻ്റെ തൊഴിൽ പിൽക്കാല ഇസ്രായേലിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വെറുക്കപ്പെട്ട തൊഴിലാണ്. വെറുക്കാൻ കാരണം ഇടകന്മാർക്കിടയിൽ രൂപപ്പെട്ടു വന്ന ചില വ്യാജ ഇടപെടലുകൾ അതിൻ്റെ വിലയും നിലയും നശിപ്പിച്ചു. വ്യക്തമായി പറഞ്ഞാൽ, കർത്താവ് ഒരിക്കൽ പഠിപ്പിച്ച നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അത് വെറും പറച്ചിലല്ല. 100, 150, 200 ആടുള്ളവനാണ് അന്നുള്ള ധനാഢ്യന്മാർ. ഇവയെ പോറ്റിപ്പുളർത്താൻ കൂലിക്ക് വച്ചിരിക്കുന്ന ഒരു പരിപാലകൻ്റെ പേരാണ് ഇടയൻ. ഇടയൻ്റെ കയ്യിൽ 2 വടികളുണ്ടാവും. ഈ 2 വടികളിൽ ഒരു വടിയുടെ അഗ്രത്തിൽ ഒരു നിറമുള്ള, ചുവന്നതുമൊക്കെ ആയി നിറമുള്ള ഒരു തുണി കെട്ടിയിരിക്കും. അത് കയ്യിൽ പിടിക്കും. അടുത്ത വടി നീളമുള്ളതാണ്. അതിൻ്റെ 2 അഗ്രങ്ങളിൽ ഓരോ ബാസ്ക്കറ്റ് കുട്ട കാണും. അതിലൊരു കുട്ടയിൽ മാർദ്ദവമുള്ള തുണി, പഞ്ഞി, കുറേ പച്ചമരുന്നുകൾ, ചില പച്ചിലകൾ, ഇങ്ങനെ കുറേ സാധനങ്ങളാണ്. ആ കൂടെ നിബിൾ കടിപ്പിച്ച ഒരു കുപ്പിയും പാലും കാണും. പണ്ടാണെങ്കിൽ ഒരു തുരുത്തി ഫീഡ് ചെയ്യാവുന്ന വിധത്തിലുള്ള പാൽ നിറച്ച ഒരു തുരുത്തി. ഇനി പിന്നിലുള്ള ആ കുട്ടയിൽ വെള്ളം നിറച്ചൊരു തുരുത്തി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു കുപ്പി ഇപ്പോഴും ഉണ്ട്. ആ കൂടെ ഇടകനുള്ള ഭക്ഷണം. ഇതെല്ലാമായിരിക്കും മറ്റൊന്ന്. കുപ്പൂസ് പോലെയൊക്കെയുള്ള ഭക്ഷണമാണ്. ഇതിങ്ങനെ പിടിക്കും. ഈ വടി കെട്ടിയ ഈ കൊടി കെട്ടിയ വടിയും ഇങ്ങനെ പിടിക്കും. ഈ ആടുകളെ ഇങ്ങനെ
മേച്ചുകൊണ്ട് വരികയാണ്. ഈ വരും വഴിക്ക് പെട്ടെന്നിടയൻ ഈ മരുഭൂമിയിലെ ചില പാടുകൾ കണ്ട് ഒരു ശബ്ദമുണ്ടാക്കും, ഈ കൊടിയൊന്നുയർത്തും, അത് അവിടേക്ക് വെക്കും. ആടുകൾ പെട്ടെന്ന് ജാഗ്രതപ്പെട്ടു, ഭയന്ന് നിൽക്കുകയാണ്. എന്തോ സംഭവിച്ചു. വസ്തുതയാ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഈ മരുഭൂമിയിൽ പാമ്പുകൾ ഇഴഞ്ഞ പാടുണ്ട്. അഗ്നിസർപ്പ ഇത് തല പൂഴ്ത്തി വെച്ച് ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ എവിടെയോ. ആടുകളുടെ ചോര കുടിക്കും. ഇതാ സ്ഥിതി. ഇടയൻ ഈ പാട് തിരക്കി 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 ചെന്ന് കമ്പിന് തോണ്ടി 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 അവസാനം പാമ്പിനെ കാണും. അതിനെ തല്ലിക്കൊല്ലും. മനസ്സിലായോ? ഇന്ന് നടക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ പാമ്പിനെ കണ്ടാൽ സല്യൂട്ട് അടിച്ച് അവിടെ നിൽക്കണം. പാമ്പ് സാർ, പാമ്പിൻ്റെ ഒക്കെ ഒരു പ്രോട്ടോക്കോൾ പോയ പോക്കെ. അപ്പോൾ പാമ്പെന്ന് തന്നെ അല്ല പറയുന്നത്, അതിഥി. പാമ്പിൻ്റെ പേരാ. ഒരുത്തൻ പാമ്പിനെ വിളിക്കുന്ന അതിഥി. ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. ഒരു മൂർഖനതിഥിയായിരുന്നുള്ള കേട്ടോ. ഒരണലി അതിഥിയായിരുന്നു. ഞങ്ങളവിടെ കുറിശ്ശിയിൽ വന്ന് ഈ ആതിഥേയൻ അതിഥിയെ പിടിച്ചു. പക്ഷേ അതിഥിക്ക് മനസ്സിലായില്ല ആതിഥേയൻ സൽക്കരിക്കുകയെന്ന്. അതൊരു കൊത്ത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചാൽ പോട്ടെ. അപ്പോൾ ഈ പാമ്പിനെ കൊന്നിട്ട് ഇടയനങ്ങ് പോവും, ആടുകൾ കൂടെ പോവും. ഇങ്ങനെ ചെന്നായ്ക്കളെ പാമ്പുകളെയൊക്കെ തുരത്തി തീറ്റ തേടിപ്പോകുന്ന ഇടയൻ ചില സന്ദർഭത്തിൽ വീണ്ടും ഇതുപോലെ വടി ഉയർത്തും, അവിടെ വെക്കും, ആടുകൾ നിശബ്ദരാകും. ഇപ്പം മറ്റൊന്നാ, ഈ ആടുകളിൽ ചെന നിറഞ്ഞൊരാട്, ഗർഭകാലം തികഞ്ഞൊരാട് പ്രസവിക്കുക. മൺപൂഴി വാരിയെടുത്ത് ശുദ്ധീകരണ കർമ്മമൊക്കെ നടത്തി ഇടയൻ ഈ ആട്ടിൻകുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. 2-3 കുഞ്ഞാണ്. അതിന് കൊടുക്കാനായി പച്ചമരുന്ന് തള്ളയ്ക്ക് വെള്ളം കൊണ്ട് മുഖത്തൊക്കെ അടിച്ച് പഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ ഒപ്പി അതിനെ ഇങ്ങനെ തഴുകി ഒരു 8-10 മിനിറ്റ് അവിടെ നിൽക്കും. മറ്റാടുകൾ അനങ്ങുകയല്ല, അവിടെ നിൽക്കും. അതിന് അത്യാവശ്യം പച്ചമരുന്നും വെള്ളമൊക്കെ കൊടുത്ത് വീണ്ടും കൊണ്ടുപോവാം. ഇപ്പം ഈ 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അല്ലെ 2 കുട്ടികളുണ്ടല്ലോ, ഇവയെ ഈ കൂടെ വിടാൻ പറ്റില്ല. വിട്ടാനുള്ള കുഴപ്പമെന്താ? പ്രായമായ ആടിൻ്റെ ചവിട്ട് കിട്ടി പുതിയ ആട് ചത്തുപോകും. പഴയ ആടിൻ്റെ ചവിട്ട ഒരു മയവും കാണത്തില്ല. പുതിയ ആട് പരാതി പറയും, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന്. ഇതിൻ്റെ ഇടവഴി വിട്ടാൽ നീ ചത്തുപോകും, അതുകൊണ്ട് വിടാത്ത. മനസ്സിലായില്ലേ? അതിനനുസരിച്ച് ഇടയൻ ഈ 3 ആടിനെയും ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ഒപ്പം ഈ വടിയും പിടിക്കണം, ഈ കുപ്പിയോടെ പിടിക്കണം, എന്നിട്ട് ഫീഡ് ചെയ്യണം. ഇതിനിങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കണം, ഈ തുരുത്തി അല്ലെങ്കിൽ നിബിള് ഘടിപ്പിച്ച ആ ബുദ്ധിമുട്ട് മനസ്സിലായോ? അല്ലല്ലയാ. പലപ്പോഴും ഇവിടെ ഈ ലോക്കൽ ഇടയൻ്റെ ഈ കഷ്ടപ്പാട് ജനം അറിയാറില്ല. ഒരു മരണം നടന്നാൽ ആദ്യം എത്തണം, ഇടം മുതൽ ആശുപത്രി മുതൽ കൊണ്ടുപോകാനെത്തണം, വീട്ടിൽ കൊണ്ടുവരാനെത്തണം നോക്കണം. ഏറ്റവും അവസാനം ഇവിടുന്ന് പിരിയുന്ന ആളാണ്. അവസാനം എന്തോ കൊടുക്കുന്നതെന്ന് ആലോചിച്ച് പൈസയല്ല, പൈസയൊക്കെ പോട്ടെ, ഒരു നല്ല വാക്ക് കിട്ടുക അപൂർവ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മുടെ ലോക്കൽ പാസ്റ്ററുടെ കൃപ ബഹുമാനിക്കാൻ പഠിക്കുന്ന കാലത്തെ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അത് സ്പിരിച്വൽ ഫാദറാണ്. സന്തോഷമില്ല നിങ്ങൾക്കല്ലേ? സ്തോത്രം. എന്തിനാ പറഞ്ഞേ? ഇതും കഴിഞ്ഞ് ആടുകളുമായി തിരിച്ചു വന്ന് യജമാനെ വിളിക്കും. യജമാനനെ, രാവിലെ യാത്ര അയക്കുമ്പോൾ 70 ആട്, തിരിച്ചു വരുമ്പോൾ 78. പോയ വഴിക്ക് പല ആടുകൾ പ്രസവിച്ച, ഒന്നിനെയും ചെന്നായ്ക്ക് കൊടുക്കാതെ പാമ്പ് കൊത്താതെ ഞാൻ ദേ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാടിനെ പിടിക്കാൻ വേണ്ടി ഓടിയ വഴിക്ക് ഇതാ കാലിലെല്ലാം തേണ്ട, കൈയെല്ലാം തേണ്ട പൊട്ടിയിരിപ്പുണ്ട്. ഇടയനൊന്നും വിഷയമല്ല. യജമാനൻ എണ്ണം ഉറപ്പാക്കി കഴിയും പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. യജമാനൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ
ലായത്തിലേക്ക് ആടുകളെ കയറ്റി ഇതിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇടയൻ കിടക്കുന്നത്. കൂടാരം അങ്ങനെ ഇത് കഴിഞ്ഞ് വേണം ആടിന് പുറത്തോട്ടിറങ്ങാൻ. അവിടെ 2 കമ്പും ഇങ്ങനെ ക്രോസ് വെച്ചേക്കും, പുറത്തോട്ട് പോകരുന്ന. ഈ മുകളിൽ വലിയ വെന്റിലേറ്റർ ഉണ്ട്, വലിയ ജനാലകളുണ്ട്, അടക്കിയില്ല മുകളിൽ. അതുവഴി തീറ്റയിട്ട് കൊടുക്കാനും എയർ കയറാനും വെളിച്ചം കയറാനൊക്കെ ഉള്ള സൗകര്യമാണ്. ഇടയൻ ഉറങ്ങിക്കഴിഞ്ഞു എന്നുറപ്പാകുമ്പോൾ വ്യാജ ഇടയന്മാർ വന്ന് ഒരുവൻ്റെ തോളിൽ ഒരുവൻ നിന്നിട്ട് ഇതുവഴി ചാടി ഇവിടേക്ക് ഇറങ്ങും. അപ്പോൾ ആടുകൾ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിലൊന്നിനെ പിടിക്കും. ഇങ്ങനെ വരുന്നവനറിയാം ആരെ കൊണ്ടുപോകണമെന്ന് പറയാം. അതിൻ്റെ ആ തഞ്ചം കാണുമ്പോഴേ അതിനെ പിടിച്ചാൽ വലിയ പ്രതികരണം കാണത്തില്ല, ഒരൊറ്റ പിടി. ഈ പിടി അങ്ങോട്ട് കഴിയുമ്പോൾ ഇവൻ കിടന്ന് കുതറുന്നു, ശബ്ദമുണ്ടാക്കുന്നു. ഇത് കണ്ടാൽ നമ്മളൊക്കെ ഒരു വിടുതലിൻ്റെ ആരാധന ഒന്നുമല്ല, ജാഗം തുടങ്ങുക. ഈ ചിലതരം പ്രകടനം കണ്ടാൽ നമുക്ക് തോന്നുകയാണ് വലിയ വിടുതൽ വ്യാപരിക്കുക, ഒന്നുമല്ല. മറിച്ച് എന്താ അങ്ങനെ പിടിച്ച് ശ്വാസം പൊട്ടിച്ച് വെക്കുമ്പോൾ അറിയാതെ നമ്മളാണെങ്കിലും ഇല്ലേ, അത്രേ ഉള്ളൂ. അല്ല വേറെ കാര്യമില്ല. ഇവിടെയൊക്കെ ഉള്ളതേ അവിടെ നടക്കുന്നുള്ളൂ. ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയോ ഇവിടെ ഇല്ലാത്തത് അവിടെ തോന്നുന്നു. അല്ലെന്നേ, അത് കിടന്ന് ഇങ്ങനെ നോക്കും, കുതറും, ഇതും കൊണ്ടൊരു പോകാം. ഇടയൻ ഉണർന്നു, കാവൽക്കാരനെ വിളിച്ചു, വിളക്കുകൾ തെളിഞ്ഞു. യജമാനൻ വന്നു, നോക്കുമ്പോൾ ഒരാടില്ല. യജമാനനെ, കഠിനാധ്വാനം കൊണ്ട് ഉറങ്ങിപ്പോയി യജമാനെ, ക്ഷീണമായിപ്പോയി യജമാനെ, ക്ഷമിക്കണം യജമാനെ. പാദത്തിൽ വീണ് കരയുന്ന ഇടയനെ കാണുമ്പോൾ, നല്ല ഇടയനെ കാണുമ്പോൾ യജമാനൻ പറയും, സാരമില്ല, ഞാൻ ഇന്നല്ലല്ലോ നിന്നെ കാണാൻ തുടങ്ങി, നീ ഒരു നല്ല ഇടയനാ, ഭാരപ്പെടേണ്ടെന്നേ, നീ കൊള്ളയടിക്കാനൊന്നും കൂട്ടുന്ന ആളല്ലല്ലോ, പോട്ടെ. അദ്ദേഹം പറയും, നോ യജമാനനെ, അത് കേവലം ആടല്ല യജമാനെ, അതെൻ്റെ പ്രാണനാ, അതെന്നോടുകൂടെ ഭക്ഷിച്ചതാ, ഈ കരം കൊണ്ട് പ്രസവം എടുത്തതാ, ഈ കരം കൊണ്ട് ശുദ്ധിയാക്കിയതാ, വിട്ടുകൊടുക്കില്ല യജമാനനെ. കള്ളൻ്റെ കാൽപ്പാടുകൾ തേടി ഞാൻ പുറകെ പോകും. ഇത്രയും ആടുകളെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ആടിനെ തിരഞ്ഞ് ഇയാളൊരു യാത്രയാ. ചെല്ലുമ്പോൾ അറവുശാലയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസപിണ്ഡങ്ങൾക്ക് തൊട്ടടുത്ത് ഊഴം കാത്ത് അതിനെ ബന്ധിച്ചിരിക്കെ ഇയാൾ ചെന്നിട്ട് പറയും, ഇതെൻ്റെ ആടാ, ഞാൻ വിട്ടുതരില്ല. കാപാലികന്മാരായ അറവുകാർ വിളിച്ചു ചോദിക്കും, നിന്റെ ആടെന്നുള്ളതിന് തെളിവെന്താ? അപ്പോൾ ഈ ഇടയനൊരു ശബ്ദം മുഴക്കും, ആട് പ്രതികരിക്കും. അത് തന്നെ തെളിവ്. ജീവിതത്തിൽ അറവുകാർ അറവുശാലയിൽ കത്തി രാഗി മിനുക്കി വെട്ടിപ്പിളരാൻ തുടങ്ങുമ്പോഴൊക്കെ വിടുതലിൻ്റെ ഈ ശബ്ദം കേട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭീതിജനകമായ ജീവൻ പ്രതിസന്ധിയിൽ ആ ശബ്ദമാ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വിടുവിച്ചത്. ആ ശബ്ദത്തിൻ്റെ ഉടമ ഇന്നും വിശ്രമമില്ലാതെ തൻ്റെ ശബ്ദമയക്കുന്നു. ആ വചനമയച്ച് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വചനം ഈ രാത്രി ആര് വിശ്വസിക്കും? നാളുകളായി അകപ്പെട്ട് കിടക്കുന്ന ജീവൻ പ്രതിസന്ധിക്ക് അതൊരു ഉത്തരമാ, രോഗത്തിന് അതൊരു ശമനമാ, ഇതുവരെ കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് അതൊരു മറുപടിയാ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. മാറോടണച്ച് ഇടയൻ വരും. എന്നാൽ ഇത്തരം ഇടയന്മാരുടെ അംഗസംഖ്യ കുറയുകയും മോശമിടയന്മാർ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേല്യർ ഈ തൊഴിലിനെ വെറുത്തു. അതാണൊരു കാര്യം. രണ്ടാമത്, ഈ തൊഴിലിനെ വെറുക്കാൻ കാരണം ചുങ്കക്കാരാ. ചുങ്കം പിരിക്കുന്നവൻ ഈ റോമാ ഗവൺമെൻറ്റിന് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് യഹൂദനിൽ നിന്ന് യഹൂദൻ പിരിച്ച് ഒരു തുക അവിടെ അടയ്ക്കും, ഭൂരിപക്ഷം ഇയാൾ കൊണ്ടുപോകും. ഇത്ര വലിയ ക്രൂരതയാണ്. അത് കേട്ടാൽ മനസ്സിലാവില്ല, അതിൻ്റെ ആ ഗൗരവം പറയാം. ഈ പ്രളയം വന്നപ്പോൾ ഈ റവന്യൂലൊക്കെ ജോലിയുള്ളവരൊന്നും ഓർക്കരുത്, ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ കണക്കെഴുതുക, ചിലവായ തുകയുടെ കണക്കെഴുതി, വണ്ടി ഓടിയത് അങ്ങനെല്ലാം എഴുതി, യാത്രാബത്ത, ദിനബത്ത, ഈ അലവൻസിന് മലയാളത്തിൽ പറയുന്ന ബത്ത, എത്ര എഴുതിയിട്ടും തുക ഒത്തു വരാതെ വന്നപ്പോൾ ബുദ്ധിമാനായൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, നീ ആ തുകയെല്ലാം അങ്ങോട്ട് ഇപ്പുറത്ത് എഴുതേണ്ട, ഞാൻ പറഞ്ഞു തരാമെന്ന്. ഇയാൾ ഈ തുകയെല്ലാം എഴുതിയപ്പോൾ ഈ മേലുദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, അവിടെ നീ എഴുതണം ബത്തയ്ക്കുള്ള കിത്ത ഇത്ര രൂപ. കാരണം ചില കണക്കെഴുതിയാൽ തീരെയല്ലെന്ന്, അതാ വിഷയം. അങ്ങ് കിടക്കുക. ഈ പൊതുവിലൊക്കെ ഒരു കാര്യം ചെയ്തിട്ട് ആൾ കണക്ക് പോകുമ്പോൾ ചില പറയാം, എനിക്ക് BP ഉള്ള, ആവശ്യമില്ലാത്ത പറയരുത്.
എനിക്ക് ഷുവറുള്ള ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഓഡിറ്റിങ് അത് കൃത്യമായിരിക്കണം. അക്കൗണ്ടബിലിറ്റി ഉണ്ട് പബ്ലിക്കിനോട് അല്ലേ, വേണ്ടേ? പിന്നെ അപ്പോഴേ ഇവന്മാരെത്ര പിരിച്ചാലും ഈ ചുങ്കക്കാരുടെ കണക്ക് കറക്റ്റല്ല. ജൂതന്മാരുടെ രീതി അനുസരിച്ച് ഒരാൾ മരിച്ചാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക ചൂട് മാറും മുമ്പ് അടക്കണം. അങ്ങനെയാണ്. നമ്മുടെ അനന്യാസം മരിച്ചിട്ട് സഫീറ വരാൻ കാത്തു നിൽക്കാൻ എന്താ, പെട്ടെന്ന് നടക്കണം. അതാ രീതി. നമ്മളാ പറയുന്നത് പാലക്കാട് നിന്ന് ചാച്ചൻ പുറപ്പെട്ടിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞു മതി, അതുവരെ പാട്ട് നീട്ടണം, ഇങ്ങനെയൊക്കെയാണല്ലേ. അവിടെ ഒന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പം, ആള് മരിച്ചു എന്ന് ഉറപ്പായാൽ അപ്പോഴേ ആദ്യം വരുന്ന ചുങ്കക്കാരാ. എന്നിട്ട് വിളിച്ചിട്ട് പറയും, ആരാ മരിച്ച ഇന്നാര്? അയാൾ ഇച്ചിരി കടമുണ്ട്, അടക്കണമെന്നുണ്ടെങ്കിൽ അടയ്ക്കണം. പ്രശ്നമാണ്. ഒരു മക്കളിൽ ഒരാൾ ഏക്കണം, അത്യാവശ്യ തുക അടയ്ക്കണം. ഇത്ര ശല്യക്കാരാ. ഇതിൻ്റെ പാതിയിലധികം വീട്ടിൽ കൊണ്ടുപോകും. അത്ര നികൃഷ്ട ജന്മങ്ങളായിട്ട് അവരെ കണ്ടു. ഈ തൊഴിൽ വെറുത്തു. ഇഷ്ടം പോലെ ഉണ്ട്, തൊഴിൽ വെറുത്തു. ഒരു കാര്യം ദൈവമക്കൾ ഇന്ന് ഉറപ്പിച്ചു പോകണം. നമ്മൾ വലിയ സമ്പന്നരൊന്നും അല്ലെങ്കിലും അനർഹമായ ഒരു നന്മയും കണ്ണീരിൻ്റെ ഒരു മുതലും ഒരു ചില്ലിക്കാശും ഈ പോക്കറ്റ് വരാൻ ഇടയാകണ്ട. നമുക്ക് സന്തോഷമില്ല? സ്തോത്രം. ആഴയും കണ്ണീരിൻ്റെ ഒരു നാണയം അത് അനുഗ്രഹത്തെക്കാൾ അധിക ശാപമാണ്. ആദ്യ ഘട്ടത്തിൽ ഇതൊക്കെ കൊള്ളാമെന്ന് തോന്നുവേ, അഴിമതിയുടെ ആ സമ്പത്ത് കൊള്ളാമെന്ന് തോന്നും. ആത്യന്തികമായി അത് തരുന്നതൊരു പരാജയമാണ്. നമുക്കറിയാം, ചിലതരം സ്ഥാപനങ്ങൾ നേരായ വഴിക്കല്ലാതെ നേടിയെടുക്കുന്ന സമ്പത്ത്. ഈ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സമ്പന്നൻ ഒരു ബാർ മുതലാളിയാകാം. അയാൾ ചെയ്യുന്ന തൊഴിൽ നിയമവിരുദ്ധമല്ല. സർക്കാർ ചോദിക്കുന്ന ഫീസടച്ച്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്ത്, തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കൊടുത്ത്, മറ്റ് സഹായങ്ങൾ നാട്ടുകാർക്കൊക്കെ ചെയ്ത് അദ്ദേഹം മാന്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നിയമവിരുദ്ധമല്ല. ഒരാൾ ന്യായമായി ഇത്തരം ഒരു സ്ഥാപനം നടത്തുന്നതിന് ഒരിക്കലും തെറ്റുമല്ല. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്, നിയമവിരുദ്ധമല്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ സമ്പന്നനായപ്പോൾ നിങ്ങൾ നിമിത്തം ഈ നാട്ടിൽ 1000 യാചകർ സൃഷ്ടിക്കപ്പെട്ടു. എത്ര കുഞ്ഞുങ്ങളുടെ പഠനം പാതി വഴിക്ക് നിലച്ചു. ഈ കൊടുത്ത മദ്യം കുടിച്ചിട്ട് വണ്ടി ഓടിച്ചവർ നിമിത്തം എത്ര പിഞ്ചോമനകൾ ആ വാഹനം മറിഞ്ഞ് മരിച്ചു. അത് നിമിത്തം എത്രയോ പിതാക്കന്മാർ വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു പോയവൻ്റെ പ്രാണൻ നശിപ്പിക്കാൻ നിങ്ങളുണ്ടാക്കി വിറ്റ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയ ആ മദ്യം കാരണമായി തീർന്നെങ്കിൽ അറിയാതെ നിങ്ങളെ ചൂട് നിൽക്കുന്ന ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നുകൾക്കെതിരെ, ഇത്യാദി തിന്മകൾക്കെതിരെ ചങ്കുറപ്പോടെ ഈ നാടിനോട് പ്രസംഗിക്കാൻ അവകാശവും ആർജവമുള്ള ഒരു സമൂഹമാണ് യേശുവിൻ്റെ അനുഗാമികൾ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പെരുവഴിയിൽ മനുഷ്യനെ ഇറക്കിയ എത്രയെത്ര പ്രവണതകൾ, എത്രയെത്ര രീതികൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ, മദ്യം മാത്രമല്ല, തെറ്റായ വഴിക്ക് നടക്കുന്ന പണപ്പിരിവുകൾ, മനുഷ്യനെ ഉന്മൂലനം ചെയ്ത് വീടും കുടുംബമൊക്കെ കിട്ടുന്ന വിലയ്ക്ക് പിടിച്ചു വാങ്ങി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ. ഒരുവനെ ജപ്തി വരാൻ പോവാ. വഴിയോരത്തൊരു നല്ല കടയുണ്ടേ, വിലപേശി അതിപ്പോൾ വാങ്ങിയാൽ എനിക്ക് ലാഭമാ. ഞാൻ ചെന്ന് വാങ്ങുമ്പോൾ 15 ലക്ഷം സെന്റിന് കിട്ടുന്ന ഭൂമിയാ. ഗതികേട് കൊണ്ട് അവൻ 3 ലക്ഷത്തിന് സമ്മതിച്ചിരിക്കുക. വാങ്ങാൻ ചെല്ലുമ്പോൾ ഓർക്കണം, ലാഭമാ. പക്ഷെ ഒരു ശാപം. ആ മക്കൾ ആ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ കരയുന്നുണ്ട്. അപ്പൻ ആ വഴിയിലൂടെ പോകുമ്പോൾ നെഞ്ചു തിരുമുന്നുണ്ട്. അനർഹമായതൊന്നും ജീവിതത്തിൽ വരാതെ, ലോകം ലാഭമെന്ന് പറയുന്ന പലതും ദുഃഖിക്കാൻ പ്രേരകമാകുന്ന സംഭവങ്ങളായി വരാതെ, അതിനാ കർത്താവായ യേശു പഠിപ്പിച്ചത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മതിയെന്ന്. സ്വന്തം ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാടക വീട്ടിലാകാം, ചെറ്റക്കൊടിലാകാം കിടക്കുന്നത്. ഒത്തിരി സമ്പാദ്യമൊന്നും ഇല്ലെന്ന് വരാം. പക്ഷെ ഭാരപ്പെടേണ്ടതേ. കാരണം ലോകാന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വ്യാജം പറയാത്ത യേശുവിൻ്റെ ചൈതന്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മതി. നമ്മൾ ജയിച്ചു. ചിലക്ക് സമാധാനമില്ല, വെട്ടിപ്പിടിക്കും ഈ വക സ്വത്തുക്കളൊക്കെ. സന്തോഷമില്ല, സമാധാനമില്ല, തൃപ്തിയില്ല.
ഉദ്യോഗസ്ഥരാണ് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ന്യായമായ വഴിക്കുള്ളതല്ലാതെ ജീവിതത്തിലൊന്നും സമ്പാദിച്ചു വെക്കാനിട വരരുത്. നമ്മൾ സമ്പാദിക്കാൻ വിളിക്കപ്പെട്ടവരല്ലെന്നേ, പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാ. അന്യൻ്റെ വിശപ്പിൽ, അന്യൻ്റെ കഷ്ടപ്പാടിൽ, കിടപ്പാടമില്ലാത്തവൻ്റെ അവസ്ഥയിൽ പക്ഷം ചേരാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സഭകളത് ചെയ്യുന്നുണ്ട്, ധാരാളമായി ചെയ്യുന്നുണ്ട്. പോരാ, നമുക്ക് ഇരട്ടിയായി പ്രവർത്തിക്കണം. ഇവിടെ ഇതാ ഒരുത്തൻ, സമാധാനം നഷ്ടപ്പെട്ടവൻ, ഈ കാട്ടത്തി മരത്തിലിരിക്കുക. യേശു അതുവഴി വരിക. അവനൊന്ന് കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് കാണുക. എങ്ങനെയുള്ള ആളാണെന്നൊന്ന് കാണണം. ഒത്തിരി കഥ കേട്ടിട്ടുണ്ട്. ആള് സൗഖ്യമാക്കുന്ന കഥ കേട്ടിട്ടുണ്ട്, കടൽ മീതെ നടക്കുന്ന കഥ കേട്ടിട്ടുണ്ട്, 5 അപ്പം 5000 കൊടുക്കുന്ന കഥ കേട്ടിട്ടുണ്ട്, മരിച്ചവനെ സൗഖ്യപ്പെടുത്തുന്ന കഥ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി. ഈ മരത്തിൻ്റെ മുകളിലിരുന്നു, താഴേക്ക് നോക്കുക, കണ്ടു, സംതൃപ്തിയായി. നമ്മളും ഇങ്ങനെ ചെറിയൊരു ആശ്വാസത്തിന് വന്നതാ. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഈ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മതി, ഈ അവസ്ഥയൊന്ന് മാറിയാൽ മതി. ആരും നിർബന്ധിച്ച് നിർത്തിയതല്ല. ഉടവനെ, നിന്നെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല, നിന്റെ സന്നിധി വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. 100 പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും, കൂടെ വന്നവരൊക്കെ വലിച്ചെറിഞ്ഞു പോയിട്ടും നിന്നെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരാത്ത വിധത്തിൽ, ഹൃദയം നിന്നോട് പഠിച്ചേരത്തക്ക വിധത്തിൽ ഒരു വൈദ്യുത കാന്തിക ശക്തി എന്നെ അങ്ങോട്ട് വഹിച്ചുകൊണ്ടിരിക്കുക, എന്നെ ഹൃദയത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹം നിമിത്തം ഈ രാത്രി വചനം കേൾക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊന്നും അല്ലെന്നേ, ഇവിടെ പിടിച്ചു നിൽക്കാൻ കാരണം, തകർന്നു പോകാൻ 100,000 കാരണമുണ്ടായിട്ടും വിവരിക്കാനാവാത്ത യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ സ്നേഹം. അതറിഞ്ഞിട്ടാ പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ആമേൻ. ഈ മരത്തിൻ്റെ താഴെ വരുമ്പോൾ കർത്താവ് ഒരു വിളിയാ, സക്കായിയെ വാ, താഴേക്ക് ഇറങ്ങ്. സക്കായി അമ്പരന്ന് പോയി, താഴേക്ക് വാ. സക്കായിക്ക് ആ മരത്തിൽ കയറുന്നതിനേക്കാൾ ബത്തപ്പാടോടെ താഴേക്ക് ഇറങ്ങി, കരം കൂപ്പി നിൽക്കുക. പേർ വിളിച്ചപ്പോഴേ അമ്പരം നിൽക്കുന്ന സക്കായിയോട് സക്കായി യേശുവിനോട് പറയുക, കർത്താവ് പറയുക, നിന്റെ വീട്ടിലാ ഇന്ന് എൻ്റെ ആഹാരം. സക്കായി ഓർത്തു, എൻ്റെ ആഹാരം വാങ്ങി ഭക്ഷിക്കുന്നവരൊക്കെ അപ്പനും അമ്മയും വിലക്കും, അവൻ്റെ ഫുഡ് കൊള്ളത്തില്ല കേട്ടോ, കാരണം അത് ചതിവിൻ്റെ ഭക്ഷണമാണ്. അവൻ നിമിത്തം ഒത്തിരി കുട്ടികൾ പോഷകാഹാരമില്ലാതെ മരിച്ചു. അവൻ പിടിച്ചു വാങ്ങിയ പണം നിമിത്തം ഒത്തിരി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. അത് നിമിത്തം ഗർഭവതികളായ സ്ത്രീകൾ പോഷകാഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായി തീർന്നു. അവൻ നിമിത്തമേ ചില നാട് വിട്ടുപോയി. ശാപം അവൻ്റെ വീട് മുഴുവൻ, അവൻ്റെ കുടുംബം മുഴുവൻ ഇരുട്ടാ. കൊല വിളിച്ച ചരിത്രമുള്ളതാ. ധീരതയൊക്കെ പറയും, പക്ഷേ ഒറ്റപ്പെടലിൻ്റെ ഒരു നിമിഷമില്ലേ, ഭീകരതയുടെ ആ നിമിഷമില്ലേ. ഗുണ്ടാപ്പണി കാശ് നേടുന്ന ആളുകളുണ്ട്, CC പിടുത്തം കൊണ്ട് പണക്കാരനാകുന്നവനുണ്ട്. പക്ഷെ രാത്രിയുടെ ഏകാന്തമായ യാമത്തിലെ ഒരു ഒറ്റപ്പെടൽ, ഒരു സ്വപ്നം, ഒരു ഭീകരത അരട്ടുന്ന 100 ചോദ്യങ്ങൾക്ക് മനസാക്ഷിയുടെ കോടതിയിൽ ഉത്തരം പറയാൻ കഴിയാതെ വിമിഷ്ടപ്പെടുന്ന ഇതുപോലൊരു മനുഷ്യൻ, ഒരു കൊടും പാവി. ആ പാവിക്ക് വേണ്ടിയുള്ളതാ യേശുവിൻ്റെ സുവിശേഷം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കാൻ വിളിക്കുന്ന മനോഹര രാത്രി. അടിമുഖത്തിൽ ഇനിയും കുടുങ്ങിപ്പോകരുത്. നീ വിടുവിക്കപ്പെടുന്ന രാത്രി, സൗഖ്യമാകുന്ന രാത്രി, ആശ്വസിക്കുന്ന രാത്രി. സഹോദര, നീങ്ങി വാ. കർത്താവ് വീട്ടിൽ ചെന്നിട്ടേ ആ ഭക്ഷണം കഴിക്കും. എന്തിനാ കഴിക്കുന്നറിയണ്ടേ? നാഥാ, ഞാൻ അശുദ്ധനാന്നേ, കുറവുള്ള മനുഷ്യനാ. കുറവുള്ള എൻ്റെ വീട്ടിൽ നിന്നേ ഈ കൈകൊണ്ട് നീ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ എൻ്റെ കുറവുകൾ കണക്കിടാതെ നീ എന്നോട് ചേരുമ്പോൾ നിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം എന്നോടൊരു കാര്യം പറയുന്നു. ഇനി ഒരിക്കലും ഇതരുതേ. ഇനി ഒരിക്കലും യേശുവിന് കൊടുക്കുമ്പോൾ ഇത് കൊടുക്കരുതേ. ഇനി കൊടുക്കുന്നത് അധ്വാനിച്ചതാകണം. ഇനി മുതൽ കൊടുക്കുന്നതേ പ്രാണൻ കളഞ്ഞിട്ടുള്ളതാക്കണം. ഇനി മുതൽ കൊടുക്കുന്നതേ ചതിവിൻ്റെ ആകരുത്. ഏറ്റവും നല്ലത്. പിന്നെന്തിനവൻ കഴിക്കുന്നറിയണ്ടേ? ആർക്കും വേണ്ടാത്ത നിന്നെ ചേർത്ത് പിടിക്കാൻ അവന് മനസ്സുണ്ട്.
സകലരും തള്ളിയ നിന്നെ ഒപ്പം ചേർക്കാൻ മനസ്സുണ്ട്. കുറ്റം പറഞ്ഞുടപ്പിറന്നവരും അകറ്റി ദൂരത്തേക്ക് മാറ്റുമ്പോൾ ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിൻ്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. കുറ്റങ്ങൾ ചികഞ്ഞ് കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുമ്പോൾ മാറോട് ചേർക്കുന്ന ആ സ്നേഹത്തിൻ്റെ പേരാ യേശു ക്രിസ്തു. പറയാ, ഞാനീ എൻ്റെ സമ്പത്ത് പാതി ദരിദ്രർക്ക് കൊടുക്കും. ഇന്നലെ ഒരെ പിടിച്ചു മേടിച്ച മനുഷ്യൻ പറയാ, എനിക്കിതൊന്നും വേണ്ട ഗുരു, പാതി ദരിദ്രർക്ക്. ദരിദ്രരെ കണ്ട ഇന്നലെ അറപ്പാരെന്ന്, വെറുപ്പാരെന്ന്. നികുതി അടയ്ക്കാൻ ശേഷിയില്ലാത്തവനെ കണ്ടാൽ ഇന്നലെ വിരോധമായിരുന്നെങ്കിൽ ഞാനിത് വിട്ടുകൊടുക്കുക. എനിക്ക് സമാധാനം മതി, എനിക്ക് സന്തോഷം മതി, എനിക്ക് ആനന്ദം മതി. സഹോദരാ, ഞങ്ങളിതാ ലോകത്തോട് പറയുന്നേ, ആർക്കും തരാനാവാത്ത ആനന്ദം, ആർക്കും തരാനാവാത്ത സന്തോഷം, ആർക്കും തരാനാവാത്ത വിടുതൽ. കുറ്റബോധത്തിൻ്റെ നീറുന്ന മനസ്സുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർക്കും ആ ഭാരം ഇറക്കി വെക്കാൻ ഒരു സ്ഥലം. സഹോദര, എന്നിട്ടൊന്നുകൂടി പറയുക, ചതിവായി വാങ്ങിയത് 4 ഇരട്ടി. ചതിവായത് വാങ്ങി അത് തന്നെ കിട്ടിയാൽ ആ കിട്ടുന്നതിന് എത്ര വലിയ സന്തോഷമാണ്. സക്കായി പറ്റിയൊന്നുമില്ല, എന്താ ചെയ്യുന്നറിയണ്ടേ? ഇന്നലെ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി പിടിച്ചു വാങ്ങുന്ന മനുഷ്യൻ പറയുക, കൂട്ടുകാരാ നീഞ്ഞു വാ, ഞാൻ നിന്നോട് ഒത്തിരി കടപ്പെട്ടു, ചതിവായി വാങ്ങി, ഇത് കൊണ്ടുപോണേ, ഇത് കൊണ്ടുപോണേ, ഇത് കൊണ്ടുപോണേ. പ്രിയരെ, 1 മിനിറ്റ് കൂടി കേൾക്കണേ. എങ്ങനെ പെന്തക്കോസ്ത് സഭകൾ ലോകത്ത് ആരംഭിച്ചെന്നറിയണ്ടേ? അത് പറഞ്ഞു മനസ്സിലാക്കാം. നമ്പർ 13 കാലിഫോർണിയയിലെ അസൂസ സ്ട്രീറ്റ്, അവിടെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ അപ്പനായ ഒരു ബ്ലാക്കായൊരു മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് വന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ മകനാ ഈ ഒരു കണ്ണില്ലാത്ത വിരൂപനായ ഈ മനുഷ്യൻ. പേര് വില്യം ജെ സെയ്മൂർ എന്നായിരുന്നു. സെയ്മൂറിനെ ഒരു പുരോഹിതൻ ദത്തെടുത്ത് പഠിപ്പിക്കാൻ വിട്ടു. പഠിക്കാൻ കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വർണ്ണവരി നിലനിൽക്കുന്ന ആ രാജ്യത്ത് ഇതാ ഇദ്ദേഹത്തിന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ വയ്യ. അപ്പുറത്ത് തിണ്ണക്കിരുന്ന് അകത്തോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം. അതിൽ 1-2 അവർ ബൈബിളാ. അതാണ് പാശ്ചാത്യരുടെ വിദ്യാഭ്യാസ രീതി. സന്തോഷത്തോടെ ആ മനുഷ്യൻ പഠിക്കുമ്പോൾ അയാളുടെ തോന്നൽ എന്താണെന്നറിയണ്ടേ? ദൈവമേ, കൽക്കരിക്കനിയിൽ കൽക്കരി ചുമന്നും പണിയെടുത്തും അവിടെ ഒടുങ്ങേണ്ട എന്നെ കൊണ്ട് ഈ തിണ്ണക്കെങ്കിലും ഇരുത്തിയല്ലോ, സന്തോഷം. ചെറുക്ക് ജീവിതത്തിൽ കിട്ടിയതിലൊന്നും സംതൃപ്തിയില്ല. സംതൃപ്തിയുള്ള എത്ര ദൈവമക്കളുണ്ട്. ഈ കിട്ടിയത് മതി, ഇത് മതിയെന്നേ, ഈ സൗകര്യം മതി. അങ്ങനെ ഒന്ന് പഠിച്ച് 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 അയാളൊരു പ്രാർത്ഥനാ മനുഷ്യനായി തൻ്റെ തെരുവിലെ ഒറ്റപ്പെട്ട ഇടത്ത് ജോലി ചെയ്തും അങ്ങനെ കഴിയുമ്പോൾ കുറേ മനുഷ്യരെ 8-10 പേരെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥന ശക്തിപ്പെട്ടു വന്നപ്പോൾ അവരുടെ ഉള്ളിലേക്ക് വലിയ ദൈവചൈതന്യം വന്ന് ഇറങ്ങി. നാവ് കുഴയാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാവിലൂടെ അന്യഭാഷ പുറത്തു വന്നു. ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ സംജാതമായി. അനവധി ആളുകൾ ഇതെന്തെന്നറിയാൻ വന്നു. ഇലക്ട്രിക് പ്രഭാവം പോലെ അവരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. അവരും അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറയുക മാത്രമല്ല, അത് ചിലരെ നെടുനീളം കത്തികൾ, കടാരകൾ, പണിയിപ്പിച്ചെടുത്ത നൂതനങ്ങളായ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ സെയ്മൂർ, ഞാനീ എൻ്റെ ശത്രുവായൊരു വെള്ളക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പണിയിപ്പിച്ചു വെച്ച സാധനമാ. ഇനി എൻ്റെ കൈ അതിനു വേണ്ടി പൊങ്ങൂല, ഞാനതിവിടെ ഉപേക്ഷിക്കുക. ചിലരെ മാരകമായ മയക്കുമരുന്നുകളുടെ ശേഖരം കൊണ്ട് ആ മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, പാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇതൊക്കെ നശിപ്പിക്കണം. അങ്ങനെ മാരകായുധങ്ങൾ, മയക്കുമരുന്നുകൾ, മദ്യം നിറച്ച കുപ്പികൾ ഒക്കെ തൊട്ടു മുമ്പിൽ കൊണ്ടുവച്ചിട്ടേ ഇതിനോട് ഒന്നേക്കുമായി വിട പറഞ്ഞ ഒരുപറ്റ സാധുക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടവർ ആലയത്തിലേക്ക് തടിച്ചുകൂടി. അതിനകത്ത് നിൽക്കാനാവാതെ അസൂസ സ്ട്രീറ്റ് മുതൽ മുഴുവൻ ആഴ്ചകളോളം ഇരമ്പി മറയുന്ന കടലാക്കി മാറ്റിക്കൊണ്ട് ഉണർവിൻ്റെ താപജാലകൾ ആളിക്കത്തി ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. കുറ്റവാളിയെ ബോധവൽക്കരിച്ചു തുടങ്ങിയ നാമമായിതെന്ന്, അവനിൽ മാറ്റമുണ്ടാക്കിയ നാമമായിതെന്ന്. അടുത്ത ദിവസം യജമാനന്മാരായ വെള്ളക്കാരെ കണ്ടിട്ട് പറഞ്ഞു, ക്ഷമിക്കണേ യജമാനനെ, നിന്നെ കൊലപ്പെടുത്താൻ കൊണ്ട് നടന്ന കൂറ്റൻ കടാര ഇതാ സെയ്മൂറിൻ്റെ പള്ളിയുടെ പിന്നാമ്പുറത്ത് കൊണ്ട് ഞങ്ങൾ വലിച്ചെറിഞ്ഞു. ക്ഷമിക്കണേ യജമാനനെ, ആ മനുഷ്യൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു.
ഇത് കേട്ട യജമാനൻ പറഞ്ഞ എന്താണെന്നറിയണ്ടേ? സഹോദരാ, ക്ഷമിക്കേണ്ടത് നീ എന്നോടാണ്. നിന്നെ ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയാതെ, അടിമയെപ്പോലെ കൂലി തരാതെ പണിയെടുപ്പിച്ച് കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ തന്ന് നിന്നെ മയക്കി, വിദ്യാഭ്യാസം തരാതെ ഒതുക്കി. പക്ഷെ ഇന്ന് ഞാൻ കുറ്റം തിരിച്ചറിയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ചുംബിച്ച് യേശുവിൻ്റെ ആത്മാവിൽ രൂപപ്പെടുത്തിയ മാർഗം പടർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ വ്യാപരിച്ചപ്പോൾ മദ്യവും മയക്കുമരുന്നും തകർത്ത് കളഞ്ഞ ഇത്തരം മനുഷ്യരെ, ചതിവായി വാങ്ങിയ ഇത്തരം മനുഷ്യരെ വിമോചനത്തിൻ്റെ ധാരയിലൂടെ ഇന്നും നടത്തി ജയപേരി മുഴക്കുന്ന അതുല്യമായ നാമമാ യേശുവിൻ്റെ നാമമെങ്കിൽ ഈ രാത്രി ആ നാമവും അതിൻ്റെ അതുല്യതയും ഞങ്ങൾ ഈ ഗ്രാമത്തോട് പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി മാത്രം സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും മുഴങ്കാൽ മടങ്ങുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ആത്യന്തിക ഉത്തരം, ആത്യന്തിക വിടുതൽ. ആർക്കാവശ്യമുണ്ട് യേശു ചൈതന്യം? എനിക്കറിയാം, ഈ യോഗസ്ഥലത്തെത്തിയ 99% പേരിലും ക്രിസ്തുവിൻ്റെ മഹത്തരമായ ആ ചൈതന്യവും ആ സുവിശേഷത്തിൻ്റെ ഇടപെടലുമുണ്ട്. അതുകൂടാതെ ഒരാളെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എനിക്ക് യേശുവിനെ അറിയണം, യേശുവിനോട് ചേർന്ന് ജീവിക്കണം, യേശുവിൻ്റെ മകളാകണം, സ്നാനമേൽക്കണം, ആത്മനിറവിൻ ജീവിതം നയിക്കണം, ആർക്കാഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിസര ഭവനങ്ങളിൽ വഴിയോരത്ത് യേശുവിനെ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പ് പറയാ, നീ വന്നവനെ പോലല്ല, ആൾ മാറിയവനെ പോലെ മടങ്ങുന്ന അതുല്യമായൊരു രാത്രി, ജീവിതത്തിലെന്നും രേഖപ്പെടുത്തി വെക്കാൻ കഴിയാത്ത ഓർമ്മകളുടെ ഒരു പുത്തൻ രാത്രി, വിടുതലെടുക്കുന്ന രാത്രി, ആർക്കും തരാത്ത ജീവിത സമാധാനം നിന്റെ വീട്ടിൽ തരാൻ കഴിയുന്ന ദൈവപുത്രൻ നിന്നോട് ഇടപെടുന്ന രാത്രി. കണ്ണുകളടയ്ക്ക. ഒപ്പം ജീവൽ പ്രതിസന്ധികളിൽ വീർപ്പുമുട്ടി എനിക്കിനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല, തളയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഇരുട്ടിൻ്റെ കാരാഗൃഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, എനിക്ക് കുടഞ്ഞു കളയണം, എനിക്കൊന്ന് ജയിക്കണം. ആർക്കാഗ്രഹമുണ്ട്? യേശുവിനറിയാൻ ആർക്കാഗ്രഹമുണ്ട്? എന്നതുപോലെ ഇരുണ്ട അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ശരീരം മാത്രമല്ല മനസ്സും തകർന്നിരിക്കുന്നു. വീട് വല്ലാത്തൊരു ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കുന്നു, അന്ധത നിറഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു. ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ട്. ഒന്നുറപ്പ് പറയാം, പ്രാർത്ഥിക്കുന്നത് യേശുവിനോടെങ്കിൽ, ആരാധിക്കുന്നത് സത്യദൈവത്തെങ്കിൽ, ആർക്കും അടിക്കാത്ത ഇത്തരം കെട്ടുകൾ അടിച്ച് നിങ്ങളെ വിമോചിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ആർക്കാവശ്യമുണ്ടൊരു പ്രാർത്ഥന? എനിക്കായി പ്രാർത്ഥിക്കണം. ഉറപ്പാ പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ഗോയിങ് ടു ലിബറേറ്റ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഹീൽ, ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക, ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുക, ദൈവം നിങ്ങളെ തൊടാൻ പോകുക. ആ അടയ്ക്കപ്പെട്ട കണ്ണുകളിൽ ഹൃദയം തുറന്നിരിക്കുന്ന അനുഭവത്തിൽ നസ്രായൻ്റെ സാന്നിധ്യം കണ്ടാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ ഒരുങ്ങട്ടെ. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഒരു വിടുതലിനായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഏത് വിഷയവും തുറന്നു പറയാൻ പറ്റുന്ന സന്തത സഹചാരി അടുത്ത് നിൽക്കുന്നു. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആർക്കാവശ്യമുണ്ട് ഈ പ്രാർത്ഥന അവർക്ക് കരമുയർത്തിപ്പിടിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചില പ്രിയപ്പെട്ടവർ കരമുയർത്തുന്നു, പിതാക്കന്മാർ കരമുയർത്തുന്നു, സഹോദരങ്ങൾ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു. കരങ്ങളെ താഴ്ത്തിയിട, കരങ്ങളെ താഴ്ത്തിയിട. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഭവനത്തിലോ വഴിയരികിലോ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാം ബ്രദറെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം സഹോദരി. നിങ്ങൾ കരമുയർത്തണ്ട, ഹൃദയം ഒന്നേൽപ്പിച്ചട്ടെ. സത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിച്ച വചന നിമിത്തം ഈ ഗ്രാമത്തെ അനുഗ്രഹിക്കുന്നു, വചനം കേട്ടവരെ അനുഗ്രഹിക്കുന്നു. സമ്പൂർണ്ണ വിടുതൽ, രോഗികൾക്ക് സൗഖ്യം, ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് വിടുതൽ, മാനസികമായി തകർന്നവർക്ക് ഉന്മേഷം, ഉല്ലാസം, കടഭാരം കൊണ്ട് വീർപ്പുമുട്ടുന്നവർക്ക് വിമോചനം, ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിതം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് സ്വർഗീയമായ പരിഹാരം യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി കൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന ഇട്ടുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. കർത്താൻ